हरे कृष्ण माता जी। प्रभु। स्टार्ट ही हम। या यस प्रभु। थैंक यू माता जी, थैंक यू ऐश्वर्य माता जी, थैंक यू कदामत प्रभु for giving this opportunity to speak. പിന്നെ എല്ലാവരും എല്ലാ ഡിവോട്ടികളും അവിടെ ഉള്ളവര് സ്പെഷ്യലി ഉമാ പ്രതാപ് മാതാജി എന്നെ എൻകറേജ് എപ്പോഴും ചെയ്യണത് അവിടെ ഇരുന്നിട്ട്. പിന്നെ വേറെ എല്ലാ ഭക്തജനങ്ങള് ഈ പ്ലാറ്റ്ഫോമിൽ നമ്മള് ഇത്ര എൻകറേജ്മെന്റ് ആയിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എന്റെ സാഷ്ടാംഗ ദണ്ഡവത് പ്രണാം ടു ഓൾ ദ ഡിവോട്ടീസ് വൺ ആൻഡ് ഓൾ. जय राधा माधव जय कुंज बिहारी जय गोपी जन वल्लभ जय गिरिवर धारी जय गिरिवर धारी यशोदानंदन ब्रज जन रंजन यशोदानंदन ब्रज जन रंजन जय मुन तिरवन चारी जय राधा माधव जय कुंज बिहारी जय गोपी जन वल्लभ जय गिरिवर धारी जय गिरिवर धारी यशोदानंदन ब्रज जन रंजन यमुना तिरवन चारी जय राधा माधव जय कुंज बिहारी हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे हरे। श्री गुरुदेव श्री प्रभुपाद की जय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नमो विष्णुपदाय कृष्णपृष्ठाय भूतले श्रीमते महाविष्णु गोस्वामी नितनामिने। नमो विष्णुपदाय कृष्णपृष्ठाय भूतले श्रीमते भक्ति वेदांत स्वामी नितनामिने। नमस्ते सरस्वती देवी गौरवाणी प्रचारिणे निर्विशेष शून्यवादी भाषादेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंदा। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। नारायण नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वती व्यासं ततो जय उदीरये नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवते उत्तमस्मुखे भक्तिर्भवति नष्टकी। അപ്പൊ നമ്മൾ ഇന്ന് വായിക്കുന്നതാണ് ശ്രീമദ് ഭാഗവതം കാന്റോ 1 ചാപ്റ്റർ 8 ശ്ലോക നമ്പർ 48. സബ്ജക്റ്റ് ആണ് പ്രേയേഴ്സ് ബൈ കുന്തി മാതാജി. अहो मे पश्यत् अज्ञानं हृदिरूढं दुरात्मनः पार्कस्य सेव देहस्य भव्यो मे क्षणुर्हता। अहो मे पश्यत् अज्ञानं हृदिरूढं दुरात्मनः पार्कस्य सेव देहस्य भव्यो मे क्षणुर्हता। अहो मे पश्यत् अज्ञानं हृदिरूढं दुरात्मनः पार्कस्यैव देहस्य भव्यो मे अक्षुणुर्हता. हरे हरे कृष्ण। कृष्ण. हरे कृष्ण। ഇതിന്റെ
Yes, വേർഡ് ma'am. മീനിങ് Yes, ma'am. ഹരേ കൃഷ്ണ പ്രണാമ പ്രഭു. അഹോ അല്ലയോ, മേ എന്റെ, പശ്യത വെറുതെ വീക്ഷിക്കുന്നു, അജ്ഞാനം അജ്ഞത, ഹൃദി ഹൃദയത്തിൽ, രൂഢം ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു, ദുരാത്മനഃ ദുരാത്മാവിന്റെ, പാരക്യസ്യ മറ്റുള്ളവരെ ഉദ്ദേശിച്ച്, ഏവ നിശ്ചയമായും, ദേഹസ്യ ശരീരത്തിന്റെ, ബാഹ്യഃ അനേകമനേകം, മേ ഞാൻ മുഖേന, അക്ഷൗഹിണിഹി യുദ്ധസേനാവ്യൂഹങ്ങൾ, ഹതഹ വധിക്കപ്പെട്ടു. വിവർത്തനം ആൻഡ് ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ്. ശ്രീല പ്രഭുപാദ് കി ജയ്. യുധിഷ്ഠിര മഹാരാജൻ പറഞ്ഞു, അഹോ എന്റെ വിധി, ഏറ്റവും പാപിയായ മനുഷ്യനാണ് ഞാൻ. അങ്ങ് എന്റെ ഹൃദയത്തിലേക്ക് വീക്ഷിച്ചാലും അത് മുഴുവൻ അജ്ഞതയാൽ പൂരിതമായിരിക്കുന്നു. ആത്യന്തികമായി മറ്റുള്ളവർക്കായി നിർമ്മിച്ച ഈ ശരീരം അനേകം സേനാവ്യൂഹങ്ങളെ വധിച്ചിരിക്കുന്നു. ഭാവാർത്ഥം: 21,870 രഥങ്ങൾ, 21,870 കരിവീരന്മാർ, 1,09,650 കാലാൾപ്പട, 65,600 അശ്വസേന എന്നിവ ഉൾപ്പെടുന്ന ബൃഹത്തായ സേനാവ്യൂഹത്തെയാണ് അക്ഷൗഹിണി എന്ന് വിശേഷിപ്പിക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ നിരവധി അക്ഷൗഹിണികൾ കൊല്ലപ്പെട്ടു. ഭൂമിയിലെ അത്യന്തം ഉത്കൃഷ്ട ധർമ്മിഷ്ഠ രാജാവായതിനാൽ യുധിഷ്ഠിരൻ അസംഖ്യം ജീവാത്മാക്കളുടെ അപ്രകാരമുള്ള വധത്തിന്റെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കും. പ്രതിഷ്ഠാപനം യുദ്ധം നടത്തപ്പെട്ടത്. ശരീരത്തിൽ ജീവൻ ഉള്ളിടത്തോളം കാലം അത് മറ്റുള്ളവരുടെ സേവനത്തിനെ ഉദ്ദേശിച്ചുള്ളതാകുന്നു. എപ്പോൾ അത് വധിക്കപ്പെടുന്നുവോ അത് ശ്വാനന്മാരാലും ചെന്നായ്ക്കളാലും കൃമികളാലും ഭക്ഷിക്കപ്പെടാൻ ഉദ്ദേശിച്ചുള്ളതാകുന്നു. അത്തരമൊരു താൽക്കാലിക ശരീരം ഇത്തരത്തിലുള്ള വിപുലമായ കൂട്ടക്കുരുതിക്ക് കാരണമായി എന്നതിൽ അദ്ദേഹം അത്യധികം ഖേദിച്ചു. ശ്രീല പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു മാതാജി. നമുക്ക് ഇതൊന്ന് 2 ടൈം ഇത് ശ്ലോകം ഒന്ന് റിസൈറ്റ് ചെയ്യാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ. അഹോ മേ പശ്യതാജ്ഞാനം ഹൃദിരൂഢം ദുരാത്മനഃ, പാരൈക്യൈസൈവ ദേഹസ്യ ബഹ്യോ മേ അക്ഷൗഹിണീർ ഹതഃ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഹോ മേ പശ്യതാജ്ഞാനം ഹൃദി ദൂഢം ദുരാത്മനഃ, പാരക്യസൈവ ദേഹസ്യ ബഹുവോ മേ അക്ഷൗഹിണീർഹത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു വെരി മച്ച്. നമുക്ക് എല്ലാ ദിവസവും രാവിലെ ഐശ്വര്യ മാതാജി കൃഷ്ണ എയർവേ ടിക്കറ്റ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണ നമുക്ക് ബുക്കിംഗ് ചെയ്യാണ്ട് തന്നെ, നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാണ്ട് തന്നെ ഐശ്വര്യ മാതാജി ഡെയിലി രാവിലെ നമുക്ക് സൂമിന്റെ ലിങ്കും എന്താണ് സബ്ജക്ട് മാറ്റർ ആയിട്ട് ദാറ്റ് ഈസ് ദ ടിക്കറ്റ്, നമുക്ക് ഈസി ആയിട്ടുള്ള ടിക്കറ്റ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി രാവിലെ നമ്മൾ ബെഡിൽ നിന്ന് നിൽക്കുമ്പോൾ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഇന്നത്തെ ലെക്ചർ ഇതാണ്, ഇന്നത്തെ സബ്ജക്ട് ഇതാണ്, നമുക്ക് ടിക്കറ്റ് ആണ്. ഇപ്പൊ രാവിലെ തന്നെ ഹിറ്റ് ചെയ്യുന്ന പ്രഭുജൻ മാതാജി നമുക്ക് ഒരു കാര്യം എന്താ വെച്ചാൽ മോസ്റ്റ്ലി വേൾഡില് നിങ്ങളെ ഒന്ന് അനലൈസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ എത്ര പേരാണ് രാവിലെ എണീറ്റിട്ട് മൊബൈൽ ചാർജിൽ വെക്കുന്നുണ്ടാവുക? അതിന്റെ ശതമാനമാണ് മോർ ദൻ 90%. 90% എല്ലാ ജനസംഖ്യകളും രാവിലെ എണീറ്റിട്ട് ആദ്യം തന്നെ അവരുടെ മൊബൈൽ ചാർജ് ചെയ്യും. അതേമാതിരി നമുക്ക് ഈ ശരീരം ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുട്ടാണുള്ളത്? മൊബൈൽ ചാർജ് ചെയ്യാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നമ്മൾ ഇലക്ട്രിസിറ്റിയിൽ പോയിട്ട് കണക്ട് ചെയ്യണു, നമ്മൾ ചാർജ് ചെയ്യണു. അതുവേ നമുക്ക് ചാർജർ നമ്മളെ നഷ്ടപ്പെട്ടോ, നമ്മൾ അതിന്റെ കോഡ് കേടായോ, നമ്മൾ അതിന്റെ എന്തെങ്കിലും സ്വിച്ചിന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ നമുക്ക് ആ നിമിഷം നമുക്ക് വ്യവലാതിയായിട്ട് നമ്മൾ അത് കണ്ടുപിടിച്ച് അതിനെ സോൾവ് ചെയ്യും. പക്ഷെ നമ്മളെ ഈ ശരീരത്തിന് വേണ്ടി എന്ത് ചാർജറാണ് നമ്മളെ കയ്യിലുള്ളത്? നമ്മളെ കയ്യിൽ എന്തുട്ടാ ഉള്ളത്? നമുക്ക് ആരും പറഞ്ഞു തന്നില്ലെങ്കിൽ നമ്മൾ ഈ ഭാഗവതം ഈ രാവിലെ മെസ്സേജ് കാത്തിരുന്നിട്ട് 10, 30 പേര് അല്ലെങ്കിൽ 40, 50 പേര്, പക്ഷെ ഇതിലുള്ളത് 500, 1000 പേര് ഈ സംഖ്യയിലെല്ലാം ഉണ്ടാവും. ഈ പ്ലാറ്റ്ഫോമിലും എല്ലാ സ്ഥലത്തായിട്ടും അവർ പല സ്ഥലത്തും വേറെ കേട്ടിട്ടുണ്ടെങ്കിൽ വെരി ഗുഡ്, ബ്യൂട്ടിഫുൾ, എക്സലന്റ്. അവര് എവിടെയെങ്കിലും കൃഷ്ണ കോൺഷ്യസ്നെസ് ആയിട്ട്, ഗുരുവായൂരപ്പനായിട്ട്, പത്മനാഭൻ ക്ഷേത്രമായിട്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഭഗവാന്റെ കാര്യങ്ങളായിട്ട് എന്തെങ്കിലും ചെയ്യാണെച്ചാലും അവര് ദേ ആർ ചാർജിങ്. അവരുടെ ബാറ്ററിയുടെ പവർ സ്ട്രോങ് അല്ലെങ്കിലും ദേ ആർ ചാർജിങ്. ഇറ്റ് മേ ഡ്രെയിൻ ഔട്ട്. അവര് വേറെ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാല്
നമ്മള് ധർമ്മത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത് ശാസ്ത്രത്തിനനുസരിച്ചിട്ട് ഗുരു പഠിച്ചിട്ട് കൃഷ്ണ നമ്മൾ അത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ബാറ്ററി കുറെ സമയം ചാർജ് ചെയ്ത് നിൽക്കും നമ്മളെ ശരീരത്തിൽ. പക്ഷെ നമ്മൾ നോർമൽ ഒരു സാധാരണ ആരെങ്കിലും വാക്ക് കേട്ടിട്ട് കുറെ ജപിക്കണു, നമുക്ക് അതിന്റെ മീനിങ് അറിയില്ല. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആയി പോകും, നമ്മളെ ശരീരത്തിന്റെ ഉള്ളത് ലാസ്റ്റ് ലോങ് ചെയ്യില്ല. പക്ഷെ ഇപ്പൊ ഈ ടിക്കറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ടിക്കറ്റാണ് ഈ കൃഷ്ണ എയർവേസ് ടിക്കറ്റ്. ഡെയിലി നമ്മളെ കയ്യിൽ കിട്ടിക്കൊണ്ടിരിക്കണം വിതൗട്ട് ബി ബുക്കിംഗ്. യു സി, നമ്മളത് ബുക്ക് ചെയ്യുന്നില്ല, നമുക്കൊരു ഭക്തൻ നമുക്കത് അയച്ചു തരുന്നു, നമ്മൾ ആ സേവയിൽ ഇരിക്കുകയാണ്. താങ്ക് യു, ശതകോടി ദണ്ഡവത് പ്രണാം. ഇതിന് നിങ്ങളെല്ലാം ഇത് ഡെയിലി കൃഷ്ണ എയർവേ ടിക്കറ്റ് അയച്ചുകൊണ്ട് നമുക്കിത് കയ്യിൽ ഡെയിലി വരുമ്പോ നമുക്ക് വേറെ ഒന്നല്ല, നമുക്ക് കൃഷ്ണ എയർവേ ടിക്കറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ കയ്യില്. രാവിലെ ആവണം, നമ്മൾ ക്ലിക്ക് ചെയ്യണു, നമ്മളെ പരിപാടി. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോ നമ്മൾ ഇത് ഡെയിലി ബാറ്ററി നമ്മളെ ചാർജ് ചെയ്യാണ്. വി ആർ ചാർജിങ് അവർ ബാറ്ററി ഓഫ് അവർ ഹാർട്ട്, നമ്മളെ സോള്, നമ്മളെ ബോഡി. ഈ ബോഡി നമ്മളെ ഗുരുവാണ്. മെറ്റീരിയൽ ബോഡി ഇറ്റ് സെൽഫ് ഇസ് എ ഗുരു. ഭാഗവതം ഈസ് ടീച്ചിങ് വിതൗട്ട് ദിസ് മെറ്റീരിയൽ ബോഡി ഇല്ലെങ്കിൽ പ്രഭുയൻ മാതാജി ഹൗ കെൻ നമുക്ക് പറയാം നമുക്ക് ശരീരത്തിന്റെ ആവശ്യമില്ല, നമ്മൾ ശരീരം ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോ, ശരീരം ഡിവോഷണൽ സർവീസിന് വേണ്ടിയിട്ട് നമുക്ക് വളരെ ആവശ്യമാണ്. നമ്മളൊരു ഗുരുവാണ്. മെറ്റീരിയൽ ബോഡി എന്നും പറയുന്നത് ഭാഗവതത്തിൽ അതിൻ്റെ ഉള്ളിൽ കാൻറ്റോയിൽ ഉണ്ട്. അത് നമുക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. 11th കാൻറ്റോയുടെ ഉള്ളിൽ ആ ശ്ലോകം ഉണ്ട്. ഈ ശരീരം നമ്മളെ ഗുരുവാണ്. കാരണം എന്താ വെച്ചാൽ വാട്ട് ഈസ് ഇറ്റ് ടീച്ചിങ് അസ്? ഇറ്റ് ഈസ് ടീച്ചിങ് അസ് ടു ഡിറ്റാച്ച്. ഇറ്റ് ഈസ് ടീച്ചിങ് അസ് ടു ഡിറ്റാച്ച്. നമുക്ക് ഒരു കാര്യം എന്താ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഇവിടെ യുധിഷ്ഠിർ മഹാരാജ് പറയുന്നു ഈ ശരീരം എന്ത് കാര്യത്തിനുള്ളതാണ്. അവിടെ പറയുന്നു നമുക്ക് ജാക്കൽസ്, വൾച്ചേഴ്സ്, ഇപ്പൊ പല സമുദായങ്ങളിലെ പാർസികളുടെ ഇവിടെ പറഞ്ഞില്ലേ ഈ വൾച്ചർ തിന്നുന്നു എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബോംബെയില് മലബാറിൽ പറഞ്ഞ ഒരു സ്ഥലമുണ്ട്, ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അവിടെ അവരുടെ ശരീരം അവര് വൾച്ചറിയാണ്. അവിടെ അവരുടെ ജീവിതം കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ശരീരം പോയി ആസ് ഇറ്റ് ഈസ് അവിടെ വെക്കാണ്. അത് വൾച്ചറിന് ഇംഗ്ലീഷ് മലയാളത്തിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല. വൾച്ചർ, ഓക്കെ, വൾച്ചർ, ഓക്കെ, കഴുകൻ വന്നിട്ട് തിന്നാണ്. അവിടെ പോയിരുന്ന ഇതെല്ലാം ലൈവ്. ഇത് ഭാഗവതത്തിന്റെ വിശ്വാസം ഇല്ലെങ്കിൽ എല്ലാം പോയിട്ട് അവിടെ ഇരുന്ന് നമുക്ക് ടി വി ലൈവ് കാണുന്ന മാതിരി, നമ്മളെ സഞ്ജയ് വാച്ച പറയണ മാതിരി നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി ലൈവായിട്ട് കാണാം. അവിടെ ഈ കഴുകൻ വരുന്നു, ഇത് തിന്നണു, വെക്കുമ്പോഴേക്കും ഒരു നിമിഷത്തിന്റെ ഉള്ളിൽ വന്ന് തിന്നാണ്. അത് തിന്നു കഴിഞ്ഞാൽ എന്താവാണ്? ആ വൾച്ചർ അതിനെ തിന്നണു, അത് കഴിഞ്ഞാൽ അതിന്റെ മലമായിട്ട് അത് പോണു. ദാറ്റ് ഈസ് വാട്ട് ഈസ് ദിസ് ബോഡി ഈസ് ഓൾ അബൌട്ട്. ദിസ് ബോഡി ഈസ് ഓൾ അബൌട്ട്. ബട്ട് ദിസ് ബോഡി ഈസ് ടീച്ചിങ് us that നമുക്ക് ഓരോന്ന് ഇപ്പൊ യുധിഷ്ഠിർ മഹാരാജിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഓരോന്ന് പഠിപ്പിക്കുകയാണ്. അത് ഈ ഫാമിലിയുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ഇപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയേണ്ടത്, നമുക്ക് മെയിൻ ആയിട്ടുള്ള പല കാര്യങ്ങളും ഇതിന്റെ ഉള്ളിൽ ഇതിന്റെ പർപ്പട്ട് വളരെ ചെറുതാണെന്ന് വെച്ചാൽ ഓക്കെ, ഒരു സംഖ്യ പറയാണ്, വാറിന്റെ ഉള്ളിൽ എത്ര ആളുകൾ പോയി, എത്ര ആന പോയി, എത്ര ഇതിന്റെ ഒരു കണക്ക് പറയാണ്. പക്ഷെ നമുക്ക് ആ കണക്കിന്റെ അപ്പുറത്തും ഇതിനുള്ളിൽ അടിയിലത്തെ ഇപ്പൊ നമ്മൾ രാവിലെ തൊട്ട് ഇതെല്ലാം ഈ ഇതിന്റെ ഫൗണ്ടേഷൻ നമ്മള് ഇസ്കോണിലുള്ള ക്ലാസ് നടത്താണ്. പക്ഷെ നമുക്ക് ഇത് എത്ര ഈസി ആയിട്ടാണ് നമ്മളെ കയ്യിൽ ഇത് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഈ ഭാഗവതം ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ഒരു കർത്താലില്ല, നമുക്ക് ഒരു ഗ്രൂപ്പ് ഇല്ല, നമുക്ക് ഒരു ഫൗണ്ടേഷൻ പ്ലാറ്റ്ഫോം ഇല്ലെങ്കിൽ നമ്മളെ കയ്യിൽ പറയാണ് ക്ലാസ് എടുക്കാൻ പറഞ്ഞാൽ ഞാൻ ഫ്രം വേർ ഐ എം ടു ഗോ ടു കോട്ട് സംതിങ് ഫ്രം. ഞാൻ ഇത് എവിടുന്നാണ് എന്തെങ്കിലും ഇതിനെ കോട്ട് ചെയ്യുക, എല്ലാം ഭഗവാന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഞാൻ എവിടുന്നാണ് ഓരോന്ന് ശ്ലോക പറഞ്ഞുതരാം. ഇതെല്ലാം ആരാണ് നമുക്ക് ചെയ്തതെന്ന് ഇന്നത്തെ കാലത്ത് ഇവിടെ ഇരുന്നിട്ട് ഇത് പ്രഭുപാദാണ് ചെയ്തു തന്നത്. പ്രഭുപാദ് ഒന്നുമില്ലാണ്ട് ഒരു വെറുതെ ഒരു ചെറിയ കാശും ഒരു പെട്ടിയും ഒരു പത്രയുടെ സ്റ്റീലിന്റെ പെട്ടിയായിട്ടാണ് ഷിപ്പ് കയറി പോയത്. ആ ഷിപ്പ് കയറി പോയിട്ട് ആൾക്ക് എത്ര പ്രശ്നം ഉണ്ടായി. എന്നിട്ടും എന്താ ചെയ്തത് പ്രഭുപാദ്? ആളുടെ ഡിറ്റർമിനേഷൻ അനന്യഗാമിന, ആളുടെ ഡിറ്റർമിനേഷൻ ആള് വിട്ടില്ല. അത് എന്താ ഹാർട്ട് അറ്റാക്ക് വന്നു, എന്ത് വന്നാലും ഭഗവാനെ കൃഷ്ണ നിങ്ങളാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്, നിങ്ങൾ ഇതിനെല്ലാം എനിക്ക് ഹെൽപ്പ് ചെയ്യണം. എന്ത് സംഗതി. ഇപ്പൊ ഇവിടെ യുധിഷ്ഠിർ മഹാരാജ് ഇതെല്ലാം കഴിഞ്ഞു. യുധിഷ്ഠിർ മഹാരാജ് എന്തിനാ ഇതിന്റെ പേടിക്കേണ്ട ആവശ്യം? Why? Because Krishna is the one who has അർജുനെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് 11.33 ഞാൻ പറയാണ്, നീ യുദ്ധം ചെയ്യ്, യു ഗെറ്റ് അപ്പ് ആൻഡ് ഫൈറ്റ്.
11.33 നിനക്ക് മാത്രം നിമിത്ത് മാത്രമാവാം. ഇഫ് യു വാണ്ട് ദാറ്റ് യു ക്യാൻ ബി എൻ ഇൻസ്ട്രുമെന്റ് ഓഫ് ദിസ് വാറിന്റെ ഉള്ളില്. അപ്പൊ ഭഗവാൻ എന്നിട്ടും യുധിഷ്ഠിർ മഹാരാജ് പേടിക്കാണ്. അപ്പൊ നമുക്ക് മാതാജി പ്രഭുജി എത്ര പേടി ഉണ്ടായിരിക്കണം. നമുക്ക് ഇവിടെ ഒരു നമുക്ക് പല പല കാര്യങ്ങൾ ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ അറിയാനുള്ളത്. ഈ കിങ് എന്ന് പറയുന്നുള്ളത് ഇന്നലത്തെ പ്രഭുജി എത്ര നല്ലോണാണ് ക്ലാസ്സിൽ നമ്മളെ അടുത്ത് പറഞ്ഞത്. ഹീസ് ദ ഫസ്റ്റ് വൈസ് ചാൻസലർ യുധിഷ്ഠിർ മഹാരാജ്. പിന്നെ ബാക്കി മാതാജി പ്രഭുജി എത്ര കിങ്ങുമാര് ഉണ്ടായി ഈ ലോകത്ത്, എത്ര കിങ്സ് ഉണ്ടായി, എത്ര കിങ്സിന്റെ ചരിത്രമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന്. വെരി ഫ്യൂ ടു കൗണ്ട് ഇൻ ദ ഹാൻഡ്, റൈറ്റ്? വെരി ഫ്യൂ. ഇന്നത്തെ കാലത്ത് പറയാന്ന് വെച്ചാൽ ഈ ഇപ്പോഴത്തെ നമ്മളെ മെറ്റീരിയൽ വേൾഡിന്റെ ഉള്ളിൽ നടക്കുന്ന കിങ്ങിന്റെ പേര് പറയാന്ന് യു വിൽ ടെൽ ശിവാജി മഹാരാജ് ഫ്രം മഹാരാഷ്ട്ര. ആളാണ് നമ്മളെ കംപ്ലീറ്റ് ഒരു ലെവല് വരെ നമ്മളെ ഹെൽപ്പ് ചെയ്തത്. ഓക്കെ, ആളുടെ ഒരു ഇത് അത് കഴിഞ്ഞിട്ട് ബാക്കി ഇന്നത്തെ കാലത്ത് ഞങ്ങളെ സംബന്ധിച്ച് ബോംബെയുടെ ഉള്ളിൽ എത്ര കിങ്ങിന്റെ കാര്യങ്ങളാണ് നമ്മൾ അറിയണത്? പിന്നെ ഹാർഡ്ലി ഫ്യൂ. ബട്ട് കൃഷ്ണ ഈസ് ടെലിംഗ് ഇൻ ശ്രീമദ് ഭാഗവതം, കപിലദേവിന്റെ ഉള്ളിൽ നമ്മൾ പ്രാർത്ഥനയിൽ കണ്ട് കിരീട കോട്ടി, കൃഷ്ണയുടെ മുന്നിൽ എത്ര കിരീട കോട്ടി, മില്യൺസ് ഓഫ് ഹെൽമെറ്റ് വാട്ട്സ് ഗോയിങ് ഡൗൺ ഇൻ ഫ്രണ്ട് ഓഫ് കൃഷ്ണ. കിരീട കോട്ടി, മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഹെൽമെറ്റ്. കിരീട കോട്ടി പറഞ്ഞ ദണ്ഡവത്ത് പ്രണാം അടിക്കാണ്. ഇപ്പൊ ആലോചിക്കോ ഭഗവാൻ എവിടെയാണ്? കിരീട കോട്ടി. ആ കോട്ടിയുടെ ഉള്ളിൽ ഈ എല്ലാ സംഖ്യയുടെ ഉള്ളിൽ എത്ര ആളുകളുടെ പേരാണ് നമുക്കറിയണത്? അവര് ഈ വൾച്ചർ തിന്നു അല്ലെങ്കിൽ എല്ലാം പോയി. പ്രഭുപാദ് ലോകം മൊത്തം കറങ്ങി 70ാമത്തെ വയസ്സും എത്രാമത്തെ വയസ്സ് പ്രഭുപാദ് വയസ്സായ ഏജിൽ കറങ്ങി ആള് നമുക്ക് കാണിച്ചു തന്നു ഈ ശരീരമായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന്. നമ്മളെ ഗുരു മഹാരാജ് കാണിച്ചു തന്നു എന്താണ് നമ്മളെ ശരീരമായിട്ട് ചെയ്യുന്നത്. അവരെങ്ങനെയാണ് അവരുടെ ശരീരം യൂസ് ചെയ്തത്. മഹാരാജ് പറഞ്ഞത് എന്റെ പ്ലേറ്റ് ഫുള്ളായിരുന്നു ഞാൻ എന്റെ വീട് വിട്ടു വരുമ്പോ. എല്ലാം വാസ് ഫാന്റാസ്റ്റിക്. പ്രഭുപാദ് രാത്രി ഇവിടുന്ന് പോവാണ് ഒരു സ്ഥലത്ത് യൂറോപ്പിൽ പോയിട്ട് പ്രഭുപാദ് അവിടെ രാത്രി എത്തിയിട്ട് ഒരു ചെറിയ ലെക്ചർ പ്രവചനെല്ലാം കഴിഞ്ഞിട്ട് പ്രഭുപാദിന് എവിടെ പോകുമ്പോ ഒരു കോളിംഗ് ബെല്ല് ഉണ്ടല്ലോ, ഇന്നത്തെ മാതിരി മൊബൈൽ അല്ലല്ലോ. അപ്പൊ കോളിംഗ് ബെല്ല് പ്രഭുപാദിന്റെ ശിഷ്യനെ വിളിക്കുകയാണ്. പ്രഭുപാദിന്റെ ശിഷ്യനെ വിളിക്കുമ്പോ ആള് ഇങ്ങനെ കണ്ണെല്ലാം തിരുമ്പി വന്നിട്ട് പറഞ്ഞു, എന്താണ് നീ ഇങ്ങനെ വളരെ ഇതിൽ കാണുന്നത്? അപ്പൊ പറഞ്ഞു പ്രഭുപാദ് ജെറ്റ് ലാഗ് ആന്ന് പറഞ്ഞു. അപ്പൊ അല്ല, പ്രഭുപാദിന് വേറെ ശിഷ്യൻ ചോദിച്ചു എന്താണ്, എവിടെയാണ് മറ്റാള് കിടന്നുറങ്ങാണ്. എന്താണ് കിടന്നുറങ്ങണം? അല്ല, ആള് പറഞ്ഞു ജെറ്റ് ലാഗ് ആണ്. അപ്പൊ പ്രഭുപാദ് ഇത്രയും വയസ്സായിട്ട് പ്രഭുപാദ് എനർജറ്റിക് ആയിട്ട് നിൽക്കാണ് അവിടെ, ലെക്ചറിന് ആഫ്റ്റർ ലെക്ചർ കൊടുക്കാണ്. അതേമാതിരി ഒരു എക്സാമ്പിൾ നമ്മളെ ഗുരു മഹാരാജ് ഇവിടുന്ന് യൂറോപ്പിൽ നിന്ന് വന്നിട്ട് രാത്രി 2 മണിക്കാണ്ട് ഫ്ലൈറ്റ് ലേറ്റ് ആയിട്ട് അബുദാബിയിലെത്തി. അബുദാബി പൂർണ്ണപ്രജ്ഞ പ്രഭുയുടെ വീട്ടിലാണ് ലെക്ചർ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രഭുപാദിനെ മഹാരാജിനെ ഇൻവൈറ്റ് ചെയ്യണ നമ്മൾ അവിടെയാണ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്, ആ വീട്ടില്. അപ്പൊ മഹാരാജ് വന്നു രാത്രി 2 മണിക്ക്. അപ്പൊ ഞാൻ എന്റെ ചെറിയ പിള്ളേരെ കാരണം ഞാനെല്ലാം രക്ഷപ്പെട്ട് അവിടുന്ന് നമ്മൾ പോയി. കാരണം രാത്രി 1 മണിയായപ്പോ ആരുമില്ല. ഇനി നമുക്കറിയാം ഇനി മഹാരാജ് വന്ന് അതിനെ പിടിച്ച് നമ്മളെ അവിടെ വെച്ചിരിക്കുന്ന. ഞാൻ വെച്ചാൽ എന്തായാലും ചെറിയ പിള്ളേരെല്ലാം കാണിച്ച് ഞാൻ പറഞ്ഞു വി ആർ ഗോയിങ്. അപ്പൊ ഞങ്ങൾ പോയി. അപ്പൊ അത് കഴിഞ്ഞപ്പോ പിറ്റേ ദിവസം രാവിലെ ആയപ്പോ നമുക്കൊരു ന്യൂസ് കിട്ടിയത് എന്താ, മഹാരാജ് ഫ്ലൈറ്റ് ലേറ്റ് ആയിട്ട് 2:30 മണിക്കാണ് വീട്ടിലെത്തിയപ്പോ എല്ലാരും കുറെ സജ്ജമെല്ലാം ഇപ്പൊ ചെന്നൈയിലാണ് അവര്, വൈജന്തി മാത ദേവിദാസി എല്ലാം. അവരെല്ലാം അവിടെ മഹാരാജിനെ വെൽക്കം ചെയ്യാൻ വേണ്ടി നിന്നപ്പോ അവർ മഹാരാജിനെ ഇതെല്ലാം വെൽക്കം ചെയ്തു. മഹാരാജിനെ വെൽക്കം ചെയ്തപ്പോ അവർ വിചാരിച്ചു ഇനി മഹാരാജ് രാത്രി 2 മണിയായ സ്ഥിതിക്ക് മഹാരാജ് ഇനി എന്താ ചെയ്യാം, മഹാരാജ് പോയിട്ട് കിടന്നുറങ്ങും. അത് ഇത്ര ജെറ്റ് ലാഗ് യൂറോപ്പിൽ നിന്ന് അബുദാബിക്ക് എത്തിയിരിക്കുകയാണ്, 6 മണിക്കൂറെല്ലാം ട്രാവൽ ചെയ്തിട്ട്. അതും മഹാരാജിന്റെ കൂടെ മാതാജി പ്രഭുജി ദർ ഈസ് നോ അസിസ്റ്റന്റ്. ഐ ഹാവ് നെവർ സീൻ എനി അസിസ്റ്റന്റ്. മഹാരാജിന്റെ കൂടെ ഞാൻ ഇത്ര വർഷമായിട്ട് മഹാരാജിന്റെ കൂടെ മഹാരാജ് ട്രാവൽ ചെയ്യുമ്പോൾ മഹാരാജ് ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നില്ല. അറ്റ് ഏജ് ഓഫ് 85 when I am seeing മഹാരാജ് ലാസ്റ്റ് അബുദാബി വിസിറ്റ്. ഇന്നും എനിക്ക് ഓർമ്മയാണ്, മഹാരാജ് ഞങ്ങൾ ഒറ്റയ്ക്കാണ് ഇവിടുന്ന് കൊണ്ട് എയർപോർട്ടിൽ വിടുന്നത്. മഹാരാജിന്റെ കൂടെ ഒരു അസിസ്റ്റന്റ് ഇല്ല. മഹാരാജ് ഇരുന്ന് മഹാരാജ് പോവും. അത് കഴിഞ്ഞിട്ട് മഹാരാജ് രാത്രി 2:30 മണിയേക്ക് എത്തി. അപ്പൊ നമ്മളെ ശരീരത്തിനെ പറ്റി പറയാണ് കേട്ടോ ഇവിടെ. പ്രഭുപാദ് എഴുതിയിരിക്കുകയാണ് ഈ ശരീരം എന്ത് കാര്യം. അപ്പൊ മഹാരാജ് രാത്രി 2:30 മണിക്ക് എത്തിയിട്ട് മഹാരാജ് പറഞ്ഞു ഓക്കെ ഇപ്പൊ ശരി ഭഗവത്ഗീത. മഹാരാജ് അങ്ങനെ വെറുതെ കിടന്നുറങ്ങിയില്ല, ഒരു ഭഗവത്ഗീത എടുത്തു വായിക്കാൻ വേണ്ടി.
അപ്പോ ഭഗവത്ഗീത എടുത്ത് വായിച്ചു, എല്ലാം കഴിഞ്ഞു. അപ്പൊ അതിനെ പറ്റി ഒരു ചെറിയ സംസാരം കഴിഞ്ഞപ്പോഴേക്ക് 3-3:30 മണിയുണ്ട്. 3:3:15, 3:10. അപ്പൊ മഹാരാജ് പറഞ്ഞു, ഇനി നമുക്ക് നമുക്ക് വേഗം കുളിച്ചിട്ട് റെഡി ആയിരിക്കുമോ, നിങ്ങൾ എവിടേക്കാ പോണത്? അല്ല, കുറെ പേര് ഇങ്ങനെ ഡാൻസ് ചെയ്യണം മഹാരാജിന്റെ മുന്നിൽ നിന്നിട്ട്. അപ്പൊ മഹാരാജ് ഒരു ഒറ്റ വാക്ക് പറഞ്ഞു. ആ വാക്കാണ്, ഡോണ്ട് ഷോ ദ ഷോ ബോട്ടിൽ ബിസിനസ്. ഡിവോഷണൽ സർവീസ് ഇസ് നോട്ട് ദി ഷോ ബോട്ടിൽ ബിസിനസ്. Prabhuji and Mataji, this is the strong message that Maharaj is giving us, Show, this devotional service is not show bottle business. നമുക്ക് ഇത് ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് ഇത് ആരെയും കൊണ്ട് നടത്താൻ വേണ്ടിയിട്ടല്ല, നമുക്ക് ഇത് ആദ്യം തന്നെ സ്വയം പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആദ്യത്തെ രാവിലത്തെ കൃഷ്ണ എയർവേസ് ടിക്കറ്റ് കിട്ടുമ്പോ തന്നെ നമ്മൾ ഐശ്വര്യ മാതാജി ഇത് അയച്ചു തരുമ്പോൾ നമുക്ക് സ്വയം ഇത് നോക്കുമ്പോൾ ഇത് എനിക്ക് വേണ്ടിയിട്ടാണ്, ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് എനിക്ക് എന്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഇതിരുന്ന് ഈ പ്ലാറ്റ്ഫോം അവർ ഇത്ര നല്ലോണം സെറ്റ് ചെയ്ത് തന്നിട്ടുള്ള, അവർക്കും ജോലിക്ക് പോകണം, അവർക്കും അവരുടെ പിള്ളേരുണ്ട്, അവർക്കും മക്കളുണ്ട്, അവരുടെ വീട് കാര്യങ്ങളുണ്ട്. അതിന്റെ ഉള്ളിലാണ് ഇത് രാവിലെ ആകുമ്പോ ഭാഗവതം, പിന്നെ അത് കഴിഞ്ഞ പ്രഹ്ലാദ് സ്കൂള്, പിന്നെ അത് കഴിഞ്ഞ ചൈതന്യ ചരിതാമൃതം, പിന്നെ അത് കഴിഞ്ഞ ഭഗവത്ഗീത. ഇതിനൊന്നും സമയമൊന്നുമില്ലേ? We have to appreciate my Satakoti Dandavat Pranamam to them. They are giving me this airway ticket. ഇത് മഹാരാജ് അത് കഴിഞ്ഞ് ഷോ ബോട്ടിൽ ബിസിനസ് ആക്കാണ്ട് മഹാരാജ് എടുത്ത വഴിക്ക് പിന്നെ മംഗളാർത്തി തുടങ്ങി. മംഗളാർത്തി കഴിഞ്ഞു. പിന്നെയും എല്ലാരും വിചാരിച്ചു മഹാരാജ് ഇപ്പൊ പോകുന്നു, എല്ലാം കഴിഞ്ഞു മഹാരാജ് ഉറങ്ങാൻ പോകുന്നു വിചാരിച്ചു. അന്നൊരു ഏകാദശി ദിവസമായിരുന്നു. എന്താ പറ്റിയതെന്ന് എനിക്കറിയില്ല. ഉമാപ്രതാപ് മാതാജി അപ്പൊ അവിടെ ഉണ്ടായിരുന്നു അബുദാബിയില്. എടുത്ത വഴിക്ക് മഹാരാജ് എന്താ ചെയ്തതെന്ന് വെച്ചാല്, ഇനി ഭാഗവതം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും മഹാരാജ് ഒരു 8 മണിയാകുമ്പോഴേക്കും പ്രസാദെല്ലാം കഴിഞ്ഞു. ശരി, ഇനി നമുക്ക് ഭഗവത്ഗീത വായിക്കാം. മഹാരാജ ഭഗവത്ഗീത വായിക്കൽ എങ്ങനെയെന്ന് അറിയോ? മഹാരാജ ഭഗവത്ഗീത വായിക്കല് ഫുൾ ഏകാദശിയുടെ ദിവസമായിരുന്നു ഭഗവത്ഗീത വായിക്കല്. ഫുൾ 1 to ലാസ്റ്റ് വരെ മഹാരാജ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. യു ജസ്റ്റ് ഇമാജിൻ ദ സ്ട്രെങ്ത് ഓഫ് ഡിവോട്ടി, എക്സാൾട്ടഡ് ഡിവോട്ടീസിന്റെ സ്ട്രെങ്ത്. അവരുടെ ബോഡി എന്താണ് ഇത്ര വയസ്സായിട്ട് മഹാരാജ് നമുക്ക് കാണിച്ചു തന്നു നമ്മൾ എങ്ങനെയാണ് നമ്മളെ ലൈഫ് ഓർഗനൈസ് ചെയ്യേണ്ടതെന്ന്. ആളുടെ ഷേവിംഗ് കിറ്റ്, ആളുടെ ഡ്രസ് ഇടല്, ഇതെന്താണ് മഹാരാജ് നമുക്ക് കാണിച്ചു തന്നത്? യുധിഷ്ഠിർ മഹാരാജിന്റെ എക്സാമ്പിൾ ആണ് കാണിച്ചു തരുന്നത്. എന്താണ് അത് എക്സാമ്പിള്? മഹാരാജ് നമുക്ക് ഇതെല്ലാം എന്തിനാണ് കാണിച്ചു തന്നത്? ഇത് കാണിച്ചു തന്നത് 3.21 ആണ് ഭഗവത്ഗീതയുടെ. യദ്യത് ആസ്തി ശ്രേഷ്ഠ തത്ത ദേവതര ജന സായത് പ്രമാണം കുർത്തെ ലോകത്ത അനുവർത്തത്തെ. അതിനെന്താണ് ട്രാൻസ്ലേഷൻ അതിന്റെ ഉള്ളില് ഭഗവത്ഗീതയില്? ആർക്കെങ്കിലും വായിക്കാനാ മലയാളത്തില് 3.29 ഭഗവത്ഗീത ഉണ്ടെങ്കിൽ? 3.29 പ്രഭു. 3.21 മാതാജി, ഇഫ് ഐ എം നോട്ട് റോങ്. വായിക്കാം പ്രഭു. യെസ്. വിവർത്തനം അതൊന്ന് ശ്ലോകം വായിച്ചോളൂ. പറയൂ. വിവർത്തനം മാത്രം വായിച്ചാൽ മതിയല്ലോ. യെസ് മാതാജി. ഒരു ശ്രേഷ്ഠനായ വ്യക്തി എന്തു തന്നെ ചെയ്താലും സാധാരണ ജനങ്ങൾ അദ്ദേഹത്തെ അനുകരിക്കുന്നു. മാതൃകാപരങ്ങളായ പ്രവൃത്തികളിൽ അദ്ദേഹം സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങളെ ലോകമൊട്ടാകെ ആദരിക്കുന്നു. നമ്മൾക്ക് ഇതിലാണ് മനസ്സിലാക്കേണ്ടത് ശരീരത്തിനെ പറ്റി. ഇന്നത്തെ കാലത്ത് യുധിഷ്ഠിർ മഹാരാജ് പ്ലാറ്റ്ഫോം നമുക്ക് കാണിച്ചു തരാണ്. ആള് കിങ് ആയിട്ട് ആൾക്ക് കൃഷ്ണയുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചു. യുധിഷ്ഠിർ മഹാരാജ് യുദ്ധത്തിന്റെ ഉള്ളില് കൃഷ്ണന്റെ അടുത്ത് പോയി പറയുന്നുണ്ട്, സെയിം വാട്ട് എവർ ആസ് അർജുന ഗോൺ ത്രൂ. അർജുന യുദ്ധത്തിന്റെ മുന്നില് കൃഷ്ണന്റെ അടുത്ത് പറഞ്ഞു, ഭഗവാനെ ഞാൻ യുദ്ധം ചെയ്യണില്ല, എന്നെ കൊണ്ട് വയ്യ. പിന്നെ ഭഗവാന്റെ അടുത്ത് ഒരു എക്സ്പ്ലനേഷൻ ആണ് അർജുന കൊടുത്തോണ്ടിരിക്കുന്നത്. ഇത് കമ്പാഷൻ, ഇത് നമുക്ക് സ്ത്രീകുലം നശിപ്പിച്ചു പോവും, ഇവരെ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് എന്താവും, എനിക്ക് രാജ്യം കിട്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാനാണ്? അവിടെ എന്താണ് അർജുനയുടെ ചിന്ത? അർജുന വിചാരിച്ചു ഇത് എല്ലാരെയും കൊന്നു കഴിഞ്ഞാൽ അർജുനൻ രാജാവായിട്ട് ഇരുന്നിട്ട് അല്ലെങ്കിൽ ത്രോണില് ഈ എംപയർ, ഈ പൊസിഷൻ കിട്ടിയിട്ട് എന്താണ് ചെയ്യാനുള്ളത് എന്നാണ് അർജുന ചിന്തിക്കണത്. അർജുന ഭഗവാന്റെ അടുത്ത് ചോദിക്കണത്. ഫസ്റ്റ് ചാപ്റ്റർ ഇൻ മിഡിൽ ഓഫ് സംവെയർ അറൌണ്ട് 20 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം ഇത് കേട്ടോണ്ടിരിക്കും. 30-35 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ അർജുന പറയണു, കമ്പാഷൻ കാണിക്കുകയാണ്, സിന്ന് പറയാണ്, പിന്നെ ഇത് കിട്ടിയിട്ട് എനിക്ക് എന്താ ചെയ്യാം? ലാസ്റ്റിലും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഭഗവാനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ഇതൊന്നും വേണ്ട, ഞാൻ ഭിക്ഷ ചെയ്യാൻ പോവാൻ തയ്യാറാണ്. പറഞ്ഞില്ലേ? ഇത് പറഞ്ഞു 2.6, 2.7 സംതിങ് ഇൻ ഭഗവത്ഗീത. യു വിൽ സീ
Arjuna is telling that I prefer to go to Bhiksha. But you should know that beautiful thing that Arjuna is telling that Arjuna parayana avada njan bhikshake povan tayyarana. Prabhujan Mataji, Krishna Bhagwan വെറുതെ ഒന്നും ഭാഗവതം പറഞ്ഞു കൊടുക്കില്ല. അവിടെ അങ്ങനത്തെ ടെസ്റ്റ് നടക്കാണ്. നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കണ എന്താന്ന് വെച്ചാല് യുധിഷ്ഠിർ മഹാരാജന്റെ ഉള്ളില് വേവലാതി നടന്നുകൊണ്ടിരിക്കുകയാണ്, പേടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്താണ് നടക്കുക? ഇതേമാതിരി അർജുന്റെ നടന്നു. അർജുൻ പറഞ്ഞു ഞാൻ ഭിക്ഷ യാചിക്കാൻ തയ്യാറാണ്, ഞാൻ ഇതൊന്നും വേണ്ട, വാളും എല്ലാം ഇട്ടു, തേരിന്ന് മോളിന്ന് പുറത്തിറങ്ങി ആകെ വിഷമിച്ച് ദ മൈൻഡ് ഈസ് റീലിംഗ്, മൈ ബോഡി ഈസ് വീലിംഗ്, നാവ് കുഴഞ്ഞു പോവാണ്, സംസാരിക്കാൻ പറ്റാണ്ടായിരിക്കുകയാണ്. ഇതാണ് അവസ്ഥ അർജുനന്റെ നടക്കുന്നത്. അതേമാതിരി യുധിഷ്ഠിരുടെ ഒരു സ്റ്റേജ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഭീഷ്മ മഹാരാജായിട്ട് ഫൈറ്റിംഗ് ജയിക്കാൻ പറ്റുക അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭീഷ്മ മഹാരാജിന് യുധിഷ്ഠിരന് ഭീഷ്മ മഹാരാജിനെ അടിക്കാൻ പറ്റുന്നില്ല, തോൽപ്പിക്കാൻ പറ്റുന്നില്ല. പറഞ്ഞു രാത്രി വന്നിട്ട് പറഞ്ഞു അയ്യോ ഇത് എനിക്ക് യുദ്ധമൊന്നും വേണ്ട, ഞാൻ വിട്ടു പോവാണെന്ന്. അവിടെ ഇതും നടന്നുകൊണ്ടിരിക്കുകയാണ്. സെയിം ലെവൽ ഓഫ് ദിസ് തിങ്. അവിടെ ഭഗവാൻ യുധിഷ്ഠിരന് അർജുനന് പറഞ്ഞു കൊടുക്കണു, ഇത് കഴിഞ്ഞിട്ട് കശ്മലം നിന്റെ മനസ്സിൽ ഇതെല്ലാം എങ്ങനെ വരാണ്? ഇവിടെ ഇത് യുധിഷ്ഠിർ മഹാരാജ് അടുത്ത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഭഗവാൻ അല്ല ബെസ്റ്റ് ഡിവോട്ടി. ഭീഷ്മ മഹാരാജ് അവിടെ കൺവിൻസ് ആവാണ്ട് കാരണം ഭഗവാൻ അവിടെ വിട്ടു. That doesn't mean that he is superior than the Lord, but Bhagavan wanted Bhishma to be glorified. Devotee. പ്രഭുപാദ് ഇന്നും പ്രഭുപാദ് ശരീരം പ്രഭുപാദ് ഇതിൽ ത്യാഗം ചെയ്ത കാരണം പ്രഭുപാദ് ശരീരം ലാസ്റ്റില് നമ്മുടെ എല്ലാ ഡിവോട്ടികളും സീനിയർ ആയിട്ടുള്ള എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പ്രഭുപാദ് ശരീരം കൊണ്ട് പ്രഭുപാദ് എന്താണ് ലാസ്റ്റ് ചെയ്തു വെച്ചതെന്ന്. ദേവൂതി മാതാജിയുടെ എക്സാമ്പിൾ ആണ് നമ്മൾ കണ്ടത്. അതാണ് പ്രഭുപാദ് കൊണ്ടുവന്ന് ഡിവോഷണൽ സർവീസിന് ചിഹ്നമാക്കി കളഞ്ഞു ദേവൂതി മാതാജി. ദേവൂതിയുടെ ശരീരം എന്തിനു വേണ്ടിയാണ് അത് ചിഹ്നമാക്കി കളഞ്ഞത്? ആർക്ക് വേണ്ടിയാണ് ദേവൂതി മാതാജി അത് ആക്കിയത്? ശരീരം കൊണ്ട് ഇങ്ങനെ എന്തിനു വേണ്ടിയിട്ട് ആക്കിയത്? അത് കർദമ മുനിനെ സർവ് ചെയ്തിട്ട് അത് ആ ശരീരം ഇല്ലാണ്ടായി പോയി. കർദമുനി അത് കണ്ടിട്ടാണ് അവർക്ക് ആ ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഡിവോഷണൽ സർവീസിന് ഗിഫ്റ്റ് കൊടുത്തതാണ് ഭഗവാൻ. പ്രഭുപാദ് ഇന്നും എല്ലാ ലോകത്ത് പ്രഭുപാദിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അബുദാബിയിലെ മംഗളാർത്തി നടക്കുന്നുണ്ടാവും. ഇപ്പൊ ഇത്തിരി കഴിഞ്ഞാൽ ഇവിടെ പ്രഭുപാദ് ആർത്തി നടക്കും. ട്രിവാൻഡ്രത്ത് കാലത്ത് ആർത്തി നടന്നു. US നടക്കും, മലേഷ്യയിൽ നടക്കും. എല്ലാ വേൾഡിൽ ഡിഫറെന്റ് ടൈം സോണിന്റെ അടുത്ത് നടക്കും. നോക്കുമ്പോ 24 മണിക്കൂറും പ്രഭുപാദിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്ട് എൻ എക്സാൾട്ടഡ് കൃഷ്ണ വിൽ നോട്ട് ലീവ് ലൈക്ക് ദാറ്റ്. യുധിഷ്ഠിർ മഹാരാജിനെ ഇന്നും ഗ്ലോറിഫൈ. കിരീട കോട്ടി ഹെൽമെറ്റ് വീണിട്ട് അവരൊരു പേരൊന്നുമില്ല, യുധിഷ്ഠിർ മഹാരാജിന്റെ പേരാണുള്ളത്. എന്താണ് അവിടെ നടക്കുന്നത്? ആ കുടുംബത്തിന്റെ ചരിത്രം നോക്കി കഴിഞ്ഞാൽ നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക്, ഞാൻ പറഞ്ഞില്ല പ്രഭുവൻ മാതാജി, വി ആർ ഓൾസോ റണ്ണിങ് ഇൻ ദിസ് ഓൾ പ്രോബ്ലംസ്. വി നീഡ് എൻ ഐസ് പാക്ക്. നമുക്ക് ഐസ് പാക്ക് വേണം. നമുക്ക് ഈ മിസറീസ് നമ്മൾ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഐസ് പാക്ക് വേണം. നമുക്ക് വേനെടുക്കുമ്പോ നമ്മൾ കൊണ്ട് ഐസ് പാക്ക് വെക്കില്ലേ? ആ ഐസ് പാക്ക് നമുക്ക് ഈ മെറ്റീരിയൽ മിസറീസിനെ സോൾവ് ചെയ്യണേ ഈ നാച്ചുറൽ ഈ ആയിട്ടുള്ള ഐസ് പാക്ക് കൊണ്ട് ഒന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മളെ ശരീരം അങ്ങനെ ഇത് ഈ ഈ നാളേരത്തിന്റെ ഉള്ളിൽ ചിരട്ടയും നാളേരം എങ്ങനെയാണ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്? ആ സ്റ്റിക്ക് ചെയ്ത മാതിരിയാണ് നമ്മളെ ഉള്ളിൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇരിക്കണത്. നമ്മൾ അങ്ങനെ പെട്ടെന്നൊന്നും വിട്ടുപോയില്ല. നമുക്ക് ഇത് പഠിപ്പിക്കുന്ന യുധിഷ്ഠിർ മഹാരാജിന്റെ സബ്ജക്റ്റിന്റെ ഉള്ളിലാണ്. അല്ലെങ്കിൽ എവിടുന്ന് പഠിക്കാനാണ് ഇതെല്ലാം? നമ്മൾ വിചാരിക്കും ഈ മെറ്റീരിയൽ പ്രോബ്ലത്തിൽ ഐസ് പാക്ക് വെക്കണ മാതിരി എന്താ വേനുണ്ടെങ്കിൽ നമുക്ക് ഐസ് പാക്ക് വെക്കാന്ന്. ഇത് നിങ്ങൾ ലാസ്റ്റ് എന്റെ അടുത്ത് ശ്ലോക ചോദിക്കണം, മാതാജി പ്രഭുജി എന്താണെന്ന് വെച്ചാൽ പറയണം. എനിക്കും കുറെ മിസറി ഉണ്ട്. വൈദ്യന്മാര് മരുന്ന് തരുന്ന മാതിരി നമുക്ക് ഇതിന്റെ ഉള്ളിൽ മരുന്ന് എഴുതിയിരിക്കുകയാണ്. ഈ മെറ്റീരിയൽ പ്രോബ്ലത്തിന് ഐസ് പാക്ക് എന്താണ്? ഭാഗവതത്തിന്റെ ഉള്ളിൽ എഴുതിയിട്ടുണ്ട് ഐസ് പാക്ക്. ഞാൻ പറഞ്ഞ ചാർജ് ചെയ്യണമെന്ന് രാവിലെ ഉണ്ട്. ടിക്കറ്റ് ഡെയിലിയാണ് നമുക്ക് വേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഓ നമുക്ക് ടിക്കറ്റ് എന്താ ആവശ്യം? ഇന്നലെ പ്രഭു പറഞ്ഞ മാതിരി മത്തിയും ഇതെല്ലാം തിന്നോണ്ടിരുന്ന മതിയില്ല നമുക്ക്. നമ്മളെ ജീവിതം നമ്മളിത് കേൾക്കുമ്പോ പുച്ഛായിട്ട് തോന്നും. നമുക്ക് എന്താ മത്തിയുടെ സബ്ജക്ട് വന്ന്? പ്രഭുജൻ മാതാജി, വി ഹാവ് ഗോൺ ത്രൂ ഓൾ ദോസ് തിങ്സ്. വി ഹാവ് ഈറ്റൻ ദീസ് ഓൾ തിങ്സ്. വി ആർ ഫീലിംഗ് സിമ്പത്തി ഓൺ അതേഴ്സ്. നമുക്ക് അവരെ പറ്റി സിമ്പത്തി ആയിട്ട് തോന്നാണ്. അല്ല, നമുക്ക് തോന്നേണ്ട ആവശ്യമില്ല.
we have gone through this all things. We are lucky that we are sitting here. We are lucky because of Guru Maharaj നമ്മളെ accept ചെയ്തേനെ. നമ്മളെ മാതിരിയുള്ള ഈ സോളിനെ, നമ്മളെ മാതിരിയുള്ള ഈ ഒന്നും ഇതില്ലാത്ത ഒരു ബോഡീനെ അവര് കണ്ടിട്ട് നമ്മളെ അക്സെപ്റ്റ് ചെയ്തു. അവര് നമ്മൾ അത് കാരണം പ്രൗഡായിട്ട് പറയണം മറ്റുള്ളവർ ഇതെല്ലാം ചെയ്യണം. അല്ല, ദേവികി പ്രഭു ഇതിന്റെ ഒരു ക്ലാസ് എടുത്തിരുന്നു. എനിക്കൊന്ന് ആരണ്ട് ഒരു സംസാരത്തിന്റെ ഉള്ളിൽ പറഞ്ഞു, ആ ഡിവോട്ടികൾ അങ്ങനെയാണ്, ഇവരെല്ലാം ചെയ്യാണ്, ഇവരെ ഇത് കഴിക്കാണ് അത് കഴിക്കാണ്. ദേവികി പ്രഭു എടുത്ത വഴിക്ക് ചോദിച്ചു, നീ അങ്ങനെയാണെന്ന് വെച്ചാൽ കഴിഞ്ഞ ജന്മത്തില് നമ്മൾ എന്തിനാ ഈ ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് മോക്ഷം കിട്ടിയിട്ട് നമ്മൾ മുന്നോട്ട് പോയില്ല, നമ്മൾ ഇപ്പോഴും ഇവിടെ ഇരിക്കുകയാണല്ല, അത് എന്താണ്? എന്തെങ്കിലും കാരണം ഉണ്ടാവില്ലേ? അപ്പൊ പ്രഭുജൻ മാതാജി, നമ്മള് കഴിഞ്ഞ ജന്മത്തിൽ പ്രസാദം എന്തെങ്കിലും കഴിച്ച കാരണമാണ് നമുക്ക് ഈ ജന്മത്തിൽ ഈ പ്ലാറ്റ്ഫോമിൽ ഒരു സ്റ്റേജിൽ കിട്ടിയിരിക്കണേ. ഇപ്പൊ എന്റെ മക്കള് ജനിച്ചപ്പൻ എന്റെ വീട്ടിൽ ഡയറക്റ്റ് ആയിട്ട് വന്നു. എന്റെ മക്കള് ജനിച്ച അങ്ങനെ നമ്മളെ കുറെ ഡിവോട്ടീസിന്റെ മക്കളുണ്ടാവില്ല. എനിക്ക് ഇത് കിട്ടുന്നത് ഒരു വയസ്സ്, എന്റെ 35 വയസ്സിലാണ് എനിക്ക് ഈ കോൺഗ്രിഗേഷനും മഹാരാജും ഇവരെല്ലാം എല്ലാവരും ആയിട്ട് കിട്ടണത്. പക്ഷെ എന്റെ മക്കള് ദേ ബോൺ റൈറ്റ് ഇൻ ടു ദ ഹൗസ്. ഭക്തന്റെ വീട്ടിൽ അവര് വരാണ്, നടന്ന് ജനിച്ചു വരാണ്. അതേമാതിരി നമുക്ക് ദേവികി പ്രഭു പറയാണ്, നമ്മൾ ഇവർക്ക് എന്തെങ്കിലും അവർക്ക് നമ്മളിപ്പോ നമ്മളെ റിലേറ്റീവ്സ് ആയാലും നമ്മൾ കുറെ നമ്മളെ അടുത്ത ബന്ധുക്കൾ ആയാലും നമ്മളെ ഫാമിലിയിലായാലും നമ്മളെ ഫ്രണ്ട്സ്, നമ്മൾ അവരെ കണ്ടിട്ട് ഇതാക്കാൻ പാടില്ല. നമ്മൾ അവർക്ക് ഇപ്പൊ ഇന്ന് ട്രിവാൻഡ്രത്ത് കാണണ്ടല്ലേ എല്ലാവരും പ്രസാദം കൊണ്ട് വിതരണം ചെയ്യണല്ലേ, പ്രസാദം കൊണ്ട് കയ്യിൽ കൊടുക്കണം. അത് എന്താണ്? വാട്ട് ഈസ് ദാറ്റ് പ്രസാദം? പ്രസാദം ഞാൻ ഈ പ്രോഗ്രാമിൽ വന്നിട്ടുള്ളത്, എനിക്ക് ഒരു ഭക്തൻ ബോംബെന്ന് ഒരു ഇസ്കോണിന്റെ ഒരു ടാഗ് എന്നിട്ട് പറഞ്ഞു, നീ ദുബായ് പോകുമ്പോ നീ ഇത് അന്വേഷിച്ച് പിടിക്കി. ഞാൻ ഇത് അന്വേഷിച്ച് പിടിച്ചിട്ട് എനിക്ക് ഇത് കിട്ടിയില്ല. അപ്പൊ ഞാൻ ദുബായിൽ ഒരു ആശ്രമത്തിൽ നിൽക്കുമ്പോ ഈ സോലിനസ് ജയപതാക സ്വാമി മഹാരാജ് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അവിടെ, ഒരു ഇസ്കോണിന്റെ നമ്മളൊരു ഫാമിലി ഗ്രൂപ്പ്. ഇതിന്റെ അടുത്ത് ഡെയിലി രാവിലെ മൃദംഗ വായിച്ചിട്ട് നമ്മളെ ഭക്തന്മാര് ആർത്തി സന്ധ്യ ആർത്തി എല്ലാം ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഈ ചണ്ട കേട്ടിട്ട് ഞാൻ രാവിലെ മൃദം കേട്ടിട്ട് ഞാൻ ഇത് പോയിട്ട് ഇങ്ങനെ ചോദിക്കും ഇതെന്താണ്. അപ്പൊ എന്റെ ഒരു ബന്ധംകാരൻ പറയും, ഇത് വെറുതെ അവർക്ക് പണിയില്ല, നീ ഇതിനൊന്നും പറ്റി ശ്രദ്ധിക്കരുത്. അപ്പൊ ഞാൻ ഇത് വിചാരിച്ചു ഇതെന്താണ്. പിറ്റേ ദിവസം പ്രഭുജി ആൻഡ് മാതേ, ദിസ് ഈസ് വാട്ട് ഈസ് ദ മാഗ്നറ്റിക് പവർ, യു നോ. somewhere at some stage ഞാൻ വീണ്ടും ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോ പണി കഴിഞ്ഞ് വന്നിട്ട് ഈ സൗണ്ട് കേട്ടപ്പോ ഞാൻ ഇത് എന്തായാലും എന്റെ ഹാർട്ട് എന്നെ സ്റ്റോപ്പ് ചെയ്തില്ല. You cannot imagine in Dubai I am ringing the house bell of other people without the invitation. ഞാൻ പോയിട്ട് ഡോർ ബെല്ല് റിങ് ചെയ്തു. അപ്പൊ അവര് പറഞ്ഞു, ഹരേ കൃഷ്ണ, വെൽക്കം. അപ്പോഴേക്കും ഞാൻ പോയാലും ആർത്തി കഴിയുടെ എല്ലാം കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് അവര് ആൾട്ടർ കാണിച്ച് ഞാൻ ദർശനം ചെയ്തു, എന്നെ ഇരുത്തി. എനിക്ക് ഇന്നും ഓർമ്മയാണ് എനിക്ക് തന്ന രാജ്മ ചപ്പാത്തി പ്രസാദം. പ്രഭുജി ആൻഡ് മാതാജി, ആ ചപ്പാത്തി തിന്നിട്ട് ഞാൻ ഇന്നും ഇവിടെ ഉണ്ട്. Just imagine, we are thinking it is very, very small things. No, you people are doing wonderful there. Great things. So, we need to know that it is Prabhupada ore instruction, Maharaj ore instruction, നമ്മൾ ഫോളോ ചെയ്യണത്. ആ ഡിവോട്ടികള് നമുക്ക് ഒരു പ്രസാദം തന്നിട്ട് നമ്മൾ വിചാരിക്കും നമ്മൾ അവരെ ഹരിനാം ഹരേ കൃഷ്ണ പറഞ്ഞിട്ടാണ് ഈ പ്രസാദം കൊടുക്കണത്. നമുക്കറിയില്ല ഹരിനാമിന്റെ എന്താണ് മാഗ്നറ്റിക് പവർ എന്ന്. പക്ഷെ ഭഗവാന് അറിയാം അതിന്റെ മാഗ്നറ്റിക് പവർ, പ്രഭുപാദിന് മാഗ്നറ്റിക് പവർ, ഗുരു മഹാരാജിന് അറിയാം ശിഷ്യന്മാർക്ക് കൊടുത്തിട്ടുള്ള മാഗ്നറ്റിക് പവറിന്റെ ഇൻസ്ട്രക്ഷൻ. ഇപ്പൊ ഇവിടെ ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോ ശരീരത്തിനെ പറ്റി പറയുമ്പോ നമ്മൾ അർജുനന്റെ കേസ് കണ്ടു, യുധിഷ്ഠിരന്റെ കേസ് കണ്ടു. ഈ ഫാമിലിനെ പറ്റി നമുക്ക് നോക്കണം. പ്രഭുജൻ മാത്തെ, എൻഡ് ഓഫ് ദ ഡേ ദിസ് ഭാഗവതം ഈസ് എ സ്റ്റഡി. നമുക്ക് ഇത് പഠിച്ച് ഈ ടിക്കറ്റ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോ നമ്മൾ ഇത് ഈ പ്ലാറ്റ്ഫോമിൽ ഡെയിലി രാവിലെ ഇരിക്കുകയാണ്. നമുക്ക് ഇതിന് എന്താണ് മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് നമുക്ക് നോക്കേണ്ട കാര്യം. നമ്മള് വേറെ ആളെ മാറ്റാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ചേഞ്ച് ആവില്ല. പ്രഭുജി മാത്തെ, വി ഹാവ് ടു ചേഞ്ച് ഫസ്റ്റ് അവർ സെൽഫ്, യു നോ. Waiting time is the preaching time. Waiting time is the preaching time. പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? ഭയങ്കര സ്ട്രോങ് ആണ്. കഥാന്വിത് പ്രഭു എടുത്ത എനിക്ക് ഒന്ന് കാൽചക്ര പ്രഭു ഒരു ക്ലാസ്സിൽ പറഞ്ഞാണ് വെയിറ്റിംഗ് ടൈം ഇസ് ദ പ്രീച്ചിങ് ടൈം.
അതിന്റെ അർത്ഥം ഭയങ്കര മീനിങ് ആണ്. നമ്മൾ വിചാരിക്കും വെയിറ്റിംഗ് ടൈം എന്താണ്, ഒന്നുമല്ല. ഒരു ട്രെയിൻ വരുമ്പോൾ നമ്മൾ വളരെ വേവലാതിയാവും, ട്രെയിൻ ലേറ്റ് ആയി വരുന്നു, പ്ലെയിൻ ലേറ്റ് ആയി വരുന്നു. പക്ഷെ നമ്മളെ പ്ലെയിൻ ഉണ്ടല്ല, അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. ഭാഗവതത്തിൽ 11 കാൻറ്റോല് പറയാണ് ക്ഷണഭംഗുര. ക്ഷണഭംഗുരയുടെ അർത്ഥം അറിയോ എന്താണ്? ക്ഷണഭംഗുരയുടെ അർത്ഥാണ്, അറിയോ ആർക്കെങ്കിലും ക്ഷണഭംഗുരയുടെ അർത്ഥം? പ്രഭുജൻ മാതാജി, ക്ഷണഭംഗുരയുടെ അർത്ഥാണ് നമ്മൾ ഏത് നിമിഷം ഇങ്ങനെ പറയില്ല ആളുകള്, ഇൻ വൺ ഷോട്ട് വിൽ ഗോ. പദം പദം വിപദമാണ് നമ്മൾക്ക്. വി ഡോണ്ട് ഹാവ് എ സെക്കൻഡ് സ്റ്റെപ്പ്. ബൈ ദ മർസി ഓഫ് കൃഷ്ണ വി ആർ ഹിയർ. മഹാരാജ് പറഞ്ഞ മാതിരി നിങ്ങൾ എല്ലാ ബില്ല് അടച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്ര ബില്ല് അടയ്ക്കണം? നമുക്ക് കൃഷ്ണ ഒരേ മിനിറ്റിന് ഓക്സിജൻ തരണം ഇതിന് വേണ്ടിയിട്ട്. മഹാരാജ് ഒരു തവണ കണക്ക് കൂട്ടിയിട്ടിരുന്നായിരുന്നു. ഒരു ക്ലാസ് എടുത്തപ്പോ മഹാരാജ് പറഞ്ഞു, നിങ്ങൾ ഇത്ര മിനിറ്റ്, ഇത്ര സെക്കൻഡ്, ഇത്ര ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു ദിവസത്തിൽ ഇത്ര ഓക്സിജൻ, അതിന്റെ ബില്ല് നമ്മൾ കൃഷ്ണന് കൊടുക്കണ്ടോ? ഇല്ല. ദാറ്റ് ഈസ് ദ ബ്യൂട്ടി. നമുക്ക് ഭഗവാൻ ഇതെല്ലാം തന്ന് ഫ്രീ ആയിട്ട് തന്നിട്ട്, പക്ഷെ നമ്മൾ ഭഗവാന് ഒന്നും കൊടുക്കില്ല. ഇവിടെ യുധിഷ്ഠിർ മഹാരാജ് എന്താ പഠിപ്പിക്കണം നമ്മളെ? യുധിഷ്ഠിർ മഹാരാജ് ഇത്ര വലിയ രാജാവാണ്. ആള് എല്ലാ ഇൻസ്ട്രക്ഷൻ ഭഗവാന്റെ ഫോളോ ചെയ്തിട്ടും ഇവിടെ വന്നിട്ട് ഈ സിറ്റുവേഷനിൽ പേടിച്ച് നിൽക്കാണ്. ആളെല്ലാരെയും കൊന്നു, എല്ലാം കഴിഞ്ഞു, എല്ലാ കുലങ്ങളും നശിപ്പിച്ചു. പിന്നെയും നമ്മള് കുന്തി മാതാജിയുടെ പ്രാർത്ഥനയിൽ കേട്ടാണ്, ഭഗവാൻ പോവരുത്, ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പോകുമ്പോ ഭഗവാന്റെ അടുത്ത് എന്നിട്ടും പറയാണ് ശത്രുക്കൾ ഉണ്ടെന്ന്. എല്ലാരും അടിച്ചു കഴിഞ്ഞിട്ടും പറയാം ശത്രുക്കൾ ഉണ്ടെന്ന്. കാരണം ശത്രുക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആളുകൾ കൊന്നിട്ടുള്ള റിലേറ്റീവ്സ് ഉണ്ടല്ലോ, അവരെ ഈ ആംഗ്രിനെസ് ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. അവർ വീണ്ടും വന്ന് നാളെ ഡിസ്റ്റർബ് ചെയ്യും. പറഞ്ഞില്ലേ, എ സ്നേക്ക് ഇഫ് ഈസ് കെപ്റ്റ് ഇൻസൈഡ് ദ ഹൗസ് യു കനോട്ട് സ്ലീപ് പീസ്ഫുള്ളി. ദാറ്റ് ഈസ് വാട്ട് ഭാഗവതം ഈസ് ടെല്ലിംഗ് സംവെയർ റിട്ടൺ. നമ്മള് വി ആർ ഇൻ അന്ധകൂപം. 7.7.5 7555 of Srimad Bhagavatam, Prahlad Maharaj is telling we are in അന്ധകൂപം. അന്ധകൂപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെല്ലാം വിചാരിക്കും ഓക്കെ ഒരു വെല്ലാണ്, അതിന്റെ ഉള്ളിൽ വെല്ല്, അന്ധകൂപം, ഡാർക്ക് വെൽ. ബട്ട് വാട്ട് ഈസ് ഭാഗവതം ടെല്ലിംഗ് ഇൻ ദാറ്റ്? ഭാഗവതം ഈസ് ടെല്ലിംഗ് ആ വെല്ലിന്റെ ഉള്ളിൽ അന്ധകൂപമായ പോരാ, അതിന്റെ ഉള്ളിൽ വെള്ളമില്ല. നമ്മൾ ആ കൂപ്പിന്റെ ഉള്ളിലാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മള് ഏത് നിമിഷം ഇവിടെ നമുക്ക് നമ്മളെ ക്ഷണഭംഗുര പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബബിൾസ് എന്താ പറയാ മലയാളത്തില്? നീർക്കുമിള മാതിരി. ആ കുമ്പള എവിടെയെങ്കിലും ടച്ച് ചെയ്യുമ്പോ വെറുതെ ഒന്ന് പോയി ടച്ച് ചെയ്താൽ മതി. വൺസ് ടച്ച് ദാറ്റ് നീർക്കുമിള വിൽ ബ്രേക്ക്. പിന്നെ അത് ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ എന്താണ് സംഗതി നടക്കണത്? കഴിഞ്ഞു. നമ്മളെ ഈ പറയണ ഫാമിലിയും, ഈ പറയണ പിള്ളേരും, ഈ പറയണ ബന്ധക്കാരും, ഈ പറയണ എല്ലാരും ഇല്ലാണ്ടായി. നമ്മൾ വന്നത് ഒറ്റയ്ക്ക്, പോണത് ഒറ്റയ്ക്ക്. ഇപ്പൊ യുധിഷ്ഠിർ മഹാരാജ് നമ്മളെ പഠിപ്പിക്കുന്നത് ഈ കുന്തി മഹാരാണിയുടെ പ്രേയറിന്റെ ഉള്ളിൽ നിന്നും, ഈ പരീക്ഷിത് ഇപ്പൊ ഇവിടെ യുധിഷ്ഠിർ മഹാരാജ് പറയണത് ഭഗവാൻ രാമിന്റെ മാരിയാണ് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. രാമിന്റെ മാരി, ലോർഡ് റാം. അതേമാതിരി വീണ്ടും ഇവരുടെ കുടുംബത്തിന്റെ ഉള്ളിലത്തെ ചരിത്രം കേട്ടിട്ട് നമുക്ക് ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം ഓരോ ശ്ലോകമായിട്ട് ലിങ്ക് ചെയ്ത് നമ്മൾ ഭാഗവതം ക്ലാസ്സിലെ എല്ലാ പ്രഭുകളും മാതാജികളും ക്ലാസ് എടുക്കുന്നത് അവർ കഷ്ടപ്പെട്ട്, അല്ലാണ്ട് ഈ മാതാജി ക്ലാസ് എടുത്തു, ആ മാതാജിയുടെ ക്ലാസ് പവർഫുൾ അല്ല, ഈ പ്രഭുയുടെ ക്ലാസ് ഉണ്ട് അതിന് 50 പേര് ഇരിക്കും, മറ്റേ മാതാജിയുടെ ക്ലാസ്സിന് 10 പേര് ഇരിക്കും, മറ്റേ പ്രഭുജിയുടെ ക്ലാസ് 25 അല്ല. Don't do this partiality business in devotional service. That Mataji is putting a tons of his time to study this one, and she is quoting whatever Prabhupada is telling, whatever Maharaj is telling. നമുക്ക് വെറുതെ പണിയെടുക്കുമ്പോ വീട്ടില് അത് വെച്ച് ഏതെങ്കിലും ഒരു വാക്ക് 4-5 വാക്ക് അല്ലാണ്ട് നമ്മളെ ഇരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇത്ര പേര് ഇവിടെ ഉണ്ടാവുന്നില്ലേ ഈ പ്ലാറ്റ്ഫോമിൽ കേൾക്കാം. നമ്മളെ പണിയെടുത്തോണ്ടിരിക്കുമ്പോ കേൾക്കണം, നമുക്ക് ശ്രവണം കിട്ടണം, അതുകൊണ്ട് നമ്മൾ പ്യൂരിഫൈ ആവണം. അതാണ് ഇവിടെ ഈ ഞാൻ പറഞ്ഞില്ലേ ഓരോ ശ്ലോകം. ഞാൻ പറഞ്ഞ ഐസ് പാക്ക് വേണമെന്ന് പറഞ്ഞത് അത് ലാസ്റ്റ് നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇവിടെ യുധിഷ്ഠിർ മഹാരാജ് സുപ്രീം നോളേജ് ഈസ് കണ്ടിന്യൂയിങ് ദാറ്റ്. നമ്മളെ സുപ്രീം നോളേജ് നമ്മളെ അമ്മയുടെ വയറ്റിന്റെ ഉള്ളിൽ ഇരുന്നു,
നമ്മൾ ജന്തു പ്രേയേഴ്സ് എല്ലാവർക്കും നല്ലോണം അറിയാം. നമ്മൾ അവിടെ എത്ര സ്ഥലത്തിന്റെ ഉള്ളിലാണ് ഇരുന്നത്, ഏത് പൊസിഷന്റെ ഉള്ളിലാണ് അമ്മയുടെ വയറ്റിന്റെ ഉള്ളിൽ ഇരുന്നത്? ഇത്രയ്ക്കുള്ള വയറ്റിന്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ ഇടുങ്ങി പിടുങ്ങി ഇങ്ങനെ അതിന്റെ ഉള്ളിൽ മലമൂത്രം എല്ലാമായിട്ട് അതിന്റെ ഉള്ളിൽ ഇടിച്ച് അതിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. എല്ലാം കഷ്ടപ്പെട്ട് അതിന്റെ ഉള്ളിൽ. മാതാജി നിങ്ങൾക്ക് ഈ ശ്ലോകം ഒന്ന് അതിന്റെ മീനിങ് ഒന്ന് വായിക്കാം. 3.31.25 if I'm not wrong. पतितो भूविषन् मिश्रा विस्तभूरीव चेष्टता रो यति गति ज्ञाനം വിപരീതം ഗതിം ഗത. മാതാജി അതിന്റെ ഒന്ന് ട്രാൻസ്ലേഷൻ വായിക്കോ മാതാജി. ഏതാ ശ്ലോക പ്രഭു? 31 3:31-24 വായിക്കാം പ്രഭു. ഇതിന്റെ ഉള്ളില് മനസ്സിലാക്കേണ്ട, നമ്മള് വയറ്റിന്റെ ഉള്ളിൽ നിന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പ്രഭു പറഞ്ഞ മാതിരി നമ്മൾക്ക് ദണ്ഡവത് പ്രണാം അടിക്കാൻ പറ്റില്ല. നമ്മൾ പ്രോഗ്രാമിൽ വരുമ്പോ ചിലർ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വന്നിട്ട് നിൽക്കും, വെറുതെ വന്ന് നിൽക്കും. അവർക്ക് ഒന്നും അറിയില്ല. അവരുടെ വിചാരം ഇത് ഒന്നും അവർക്ക് നടന്നിട്ടില്ല. നമ്മൾ കോമഡി ചെയ്യണത്, നമ്മൾ ജിംനാസ്റ്റിക് അവർ ചിലർ പറയും ഇസ്കോൺകാരെ ജിംനാസ്റ്റിക് സർക്കസ് ചെയ്യണത്. കുറെ നേരം ഇങ്ങനെ കൈ പൊക്കാം, കുറെ നേരം കാല് ടൈറ്റ് ചെയ്യുന്നുണ്ട്, കുറെ മാതാജി വന്നിട്ട് പകുതി കുമ്പിട്ടുണ്ട്, പ്രഭുജി വന്നിട്ട് ഫുള്ള് കിടന്നുറങ്ങുന്നുണ്ട്. ഇത് കാണുമ്പോ കോമഡി ആയിട്ടാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവര് വായിക്കട്ടെ പ്രഭു? വായിക്കോ മാതാജി പ്ലീസ്. ശ്ലോകം വായിക്കണോ? അല്ലല്ല, ശ്ലോകം ഞാൻ വായിച്ചു, നിങ്ങൾ അതിന്റെ ട്രാൻസ്ലേഷൻ വായിച്ചാൽ. ട്രാൻസ്ലേഷൻ ബൈ പ്രഭു. അപ്രകാരം മലമൂത്രാദികളാൽ മെഴുകപ്പെട്ട് തറയിൽ പതിക്കുന്ന ശിശു മലത്തിൽ നിന്നുണ്ടാകുന്ന ഒരു വിരയെ പോലെ ചേഷ്ടകൾ കാട്ടി നുഴഞ്ഞു കളിക്കുന്നു. അവൻ തന്റെ ഉന്നത ജ്ഞാനം നഷ്ടപ്പെട്ട് മായയുടെ വശീകരണത്തിൽ ഉറക്കെ കരയുന്നു. ഉന്നത ജ്ഞാനം, whatever in English it is called superior knowledge. ഇവിടെ superior knowledge നമ്മൾ താഴ്ത്തു വന്നപ്പോൾ നഷ്ടപ്പെട്ടു. നമ്മൾ കരഞ്ഞ് മലത്തിന്റെ ഉള്ളില് മൂത്രത്തിന്റെ ഉള്ളില് വന്നു, നമ്മള് എല്ലാം വന്നു. എന്നിട്ട് ഇവിടെ ഇറങ്ങി പ്ലാറ്റ്ഫോമിൽ ടിക്കറ്റ് ആയിട്ട് വന്ന് ഇറങ്ങി. പക്ഷെ നമ്മൾ വന്ന ടിക്കറ്റ് നമുക്ക് ഇറ്റ് ഈസ് നോട്ട് വൺ വേ ടേപ്പ്. സി, നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോ നമ്മൾ വിചാരിക്കും അയ്യോ നമ്മളെ നഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ ഭഗവാൻ നമ്മളെ കാണുന്നില്ലല്ലോ. ഇനി എങ്ങനെ ഭഗവാൻ കാണാം? അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ദണ്ഡവത്തെ ഭഗവാന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇത്രയുള്ള സ്ഥലത്ത് നമ്മൾ നമസ്കാരം അടിച്ചു. ഭഗവാൻ നമസ്കാരം, നിങ്ങൾക്ക് 1000 നമസ്കാരം, എല്ലാം നമസ്കാരം അടിച്ചുകൊണ്ടിരുന്നു. അവിടെ നമ്മൾ ആലോചിക്കുന്ന അർജുനൻ ഭഗവാനെ മനസ്സിലായിപ്പോ കോട്ടി നമസ്കാരം അടിക്കുകയാണ്. ഭഗവാനെ ചുറ്റും മലം വെച്ചിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാ ജ്ഞാനം ഉണ്ടെങ്കിൽ നമ്മൾ ഓം നമോ വിഷ്ണു പദായ കൃഷ്ണപ്രസ്ഥായ ഭൂതലെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കിടന്നുറങ്ങി നമസ്കാരം അടിക്കുന്ന പകുതി കിടന്നുറങ്ങിയിട്ട് പറയും, പകുതി നിന്നിട്ട് പറയും. നമുക്ക് അത്ര പേഷ്യൻസ് ഇല്ല, നമുക്ക് അത്ര ലേസിയാണ്. പ്രായേണ അല്പസു സഭയാ കല അസ്മി നിഗോജന മന്ദ സുമന്ദ മത്യോ മന്ദ ഭാഗേ ഉപാദ്രിത. We are so lazy that we are not even telling properly Namo Vishnu Padaya by touching our feet there in front of Lord. ഇത് ഞാനും എനിക്ക് വേണ്ടിയിട്ടാണ് പറയണത്. നിങ്ങളെല്ലാം കറക്റ്റ് ആണ് ചെയ്യണത്. ഞാൻ ചില സമയത്ത് ഓം നമ വിഷ്ണു പദായ കൃഷ്ണ പശ്ചായ പിന്നെ എനിക്കും പിന്നെ പകുതി പിന്നെ വീണ്ടും നോക്കി അയ്യോ കംപ്ലീറ്റ് ആയിട്ടില്ല. That is what is happening, you know. And you see this all exalted devotees, അവരുടെ superior knowledge ഇപ്പോഴും പോയിട്ടില്ല. നമ്മളെ superior knowledge നഷ്ടപ്പെട്ടു പോയിട്ടിരിക്കുകയാണ് നമ്മൾ. ഇപ്പൊ നിങ്ങൾ പറയും ഭഗവാനെ കണ്ടില്ല. ഭഗവാനെ കാണാണ്ടിരിക്കാൻ വേണ്ടി പല എക്സാമ്പിൾ ഇങ്ങനെ നടന്നിട്ടുണ്ട്. ആചാര്യേഴ്സും എക്സാൾട്ടഡ് സേജസ് ഡിവോട്ടീസും. ഇപ്പൊ നാരദ മുനി ഭഗവാനെ കണ്ടു, പിന്നെ ഒരു സ്റ്റേജിൽ ഭഗവാനെ ഹൃദയത്തിന്റെ ഉള്ളിൽ വെച്ച് ഭഗവാനെ കണ്ട്. അത് കഴിഞ്ഞിട്ട് എന്തായി? അത് കഴിഞ്ഞിട്ട് ഭഗവാൻ എന്താ പറഞ്ഞത്? നാരദ മുനി, ഇനി ഈ ജന്മത്തില് നിനക്ക് ഞാൻ കാണാൻ പോണില്ല. ഒരു സ്റ്റേജ് നാരദ മുനി നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു സ്റ്റേജിൽ ഭഗവാൻ പറയാണ്, ഇനി നാരദ മുനി ഞാൻ നിന്നെ ഇനി കാണില്ല. അപ്പൊ നമ്മളെടുത്തും ഇതല്ല, അയ്യോ ഇനി ഭഗവാൻ നമ്മളെ കാണില്ല, ഇനി ഒന്നും ചെയ്യണ്ട, നമുക്ക് ഇതെന്തിനാ ചെയ്യേണ്ട ആവശ്യം? പക്ഷേ അവിടെ ഒരു നടന്ന സംഭവിച്ച നാരദ മുനിയുടെ അടുത്ത് ഭഗവാൻ പറഞ്ഞു, ഞാൻ നിന്നെ കാണില്ല, പക്ഷെ നിനക്ക് എന്നെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല ഭഗവാൻ. നിനക്ക് എന്നെ കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ നിന്നെ, യു കനോട്ട് സീ മീ ബട്ട് ദാറ്റ് ഡസന്റ് മീൻസ് ഐ കനോട്ട് സീ യു. ആ വാക്ക് അവിടെ വന്നിട്ടില്ല. അപ്പൊ നാരദ മുനി എന്താ ചെയ്തുകൊണ്ടിരുന്നത്?
എല്ലാ സ്ഥലത്തും ഭഗവാനെ കണ്ട് എല്ലാ സ്ഥലത്തും ഭഗവാന്റെ പേര് നാമം ചൊല്ലി എല്ലാം കഴിഞ്ഞിട്ടാണ് നാരദ മുനി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പല പല ശ്ലോകം ഉണ്ട് ഇതിന്റെ ഉള്ളില്. അതിനൊരു സമയം വരുമ്പോ നിങ്ങൾക്ക് അതിനെ പറ്റി ഇഫ് യു വോണ്ട് ടു സ്റ്റഡി യു സ്റ്റഡി, മനസ്സിലാവും നമുക്ക്. ഇപ്പൊ നമ്മൾ അമ്മയുടെ വയറ്റിന്റെ ഉള്ളിൽ വന്നു സുപ്പീരിയർ നോളജ് ലോസ് ആയി. ഇത് എന്താണ് കാരണം? ഈ സുപ്പീരിയർ നോളജ് ആയിട്ട് നമ്മൾ ഇതിന്റെ ഉള്ളിൽ വീണ്ടും കണ്ടിന്യൂ സുമന്ത മന്തിയോ ലക്കി അൺലക്കി, പിന്നെ നമുക്ക് ഡിസ്റ്റർബ് ഓൾ ദ ടൈം വി ആർ ഡിസ്റ്റർബ്. കാരണം എന്താണ് നമ്മൾ ഡിസ്റ്റർബ് ആവണം? കാരണം ഭഗവത്ഗീത 1.37 if I'm not wrong, ലോഭ ഉത്പത്ത ചേതസ. ഈ മഹാഭാരതത്തിന് യുദ്ധം നടക്കാൻ വേണ്ടി ജസ്റ്റ് ഒറ്റ ഒരു വാക്കിന്റെ പുറത്തല്ല അത് നടന്നുകൊണ്ടിരിക്കുന്നത്. 137, 38 അപ്പുറപ്പെട്ട മുകളിൽ നോക്കിയ ശ്ലോകാലറിയാം. ഉത്പത്ത് ചേതസാവൻ, ലോഭം ഉത്പത്ത് ചേതസ എന്താണ്ടൊരാണ്. അതെന്താണ്? ഗ്രീഡി. ദുര്യോധൻ വാസ് ഗ്രീഡി. എൻടയർ കുലത്തിനെ നശിപ്പിച്ചു കളഞ്ഞു. അവിടെ ധൃതരാഷ്ട്രന്റെ കൂടെ ഭഗവാൻ ഉണ്ടായിരുന്നു. ഭഗവാൻ പോയി കണ്ടു. വിദുര പോയിണ്ടായിരുന്നു, നാരദ മുനി പോയിണ്ടായിരുന്നു, മൈത്രമുനി പോയിരുന്നു. മൈത്രമുനിയും പോയിട്ട് പറയാണ് ധൃതരാഷ്ട്ര അടുത്ത്, നീ ഇത് യുദ്ധം ചെയ്യരുത്. ഇപ്പൊ നമുക്ക് ചിലപ്പോ അറിയണ്ടാവില്ല ദുര്യോധന്റെ തൊട അടിച്ചു കളയാൻ കാരണം എന്താണ്? ആരുടെ ശാപം കൊണ്ടാണ്? മൈത്രമുനി ശപിച്ചിരിക്കുകയാണ്. മൈത്രമുനിനെ കളിയാക്കി, ദുര്യോധൻ കളിയാക്കി. അവിടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോവാണ്. പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുമ്പോ അവിടെ കളിയാക്കിയിട്ട് ഇങ്ങനെ തൊടയിൽ അടിച്ചു. ഇങ്ങനെ അടിച്ചിട്ട് പറഞ്ഞു, ദേഷ്യം വന്നിട്ട് കാലിങ്. അപ്പൊ പറഞ്ഞു, നിന്റെ ഈ തൊട എന്നെ അടിച്ചു പൊളിക്കും ഭീമ നിന്നെ. അപ്പൊ ധൃതരാഷ്ട്ര പറഞ്ഞു, നീ ഇങ്ങനെ ശപിക്കരുത്. ഞാൻ ശപിക്കല്, ഐ ക്യാൻ വിഡ്രോ ദിസ് വൺ പ്രൊവൈഡഡ് യുവർ സൺ ഈസ് റെഡി ടു കോംപ്രമൈസ് വിത്ത് യുധിഷ്ഠിർ മഹാരാജും പാണ്ഡവാസായിട്ടും. എന്നിട്ടും കേട്ടില്ല. ഇവിടെ പരീക്ഷിത് മഹാരാജും ഇവരും ഇതിന്റെ ഉള്ളിൽ ഈ ശ്ലോകയിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാനുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാല്, യുധിഷ്ഠിർ മഹാരാജ് ഇസ് റിപ്പൻഡിങ്. അതിന്റെ മലയാളം വാക്ക് റിപ്പൻഡിങ്ങിന്റെ എന്താണ്? പശ്ചാത്തപിക്കുക. ഇതാണ് മറ്റേ യുധിഷ്ഠിർ മഹാരാജ് ഇസ് റിപ്പൻഡിങ്. നമ്മളെ പരീക്ഷിത് മഹാരാജ് വാസ് റിപ്പൻഡിങ്. ആശ്രയിക്കുക, റിപ്പൻഡ്. ഓക്കെ മാതാജി, താങ്ക് യു. അപ്പൊ ഞാൻ പറയണെന്ന് വെച്ചാല് ഇത് ദേ ആർ റിപ്പൻഡിങ്. the same thing we repented. നമ്മൾ അമ്മയുടെ വയറ്റിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് നമ്മൾ ഇതെല്ലാം റിപ്പൻഡ് ചെയ്തു. അവിടെയാണ് ഭഗവാൻ നമ്മളെ സാറ്റിസ്ഫൈ ആയിട്ട് ഭഗവാൻ നമ്മളെ കൂടെ നിൽക്കാണ്. അവിടെ ഈ ചെറിയ സ്ഥലത്തിന്റെ ഉള്ളിൽ നമ്മൾ ഒതുങ്ങി നമ്മൾ ജീവിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് താഴ്ത്തു വന്നിട്ട് നമ്മളെ ദുരാഗ്രഹങ്ങൾ കൂടി വീട് ചെറിയ വീടാണ്. ആദ്യത്തെ കാലത്ത് ഓല വീടും അതാണ്. ഇന്നത്തെ കാലത്ത് കേരളത്തിൽ നിന്ന് പോയി നോക്കൂ. ബോംബെയുടെ ഉള്ളിൽ പിന്നെ ഞങ്ങൾ ഒരു 2 റൂം 3 റൂമിന്റെ ഉള്ളിൽ എല്ലാവരും ജീവിച്ചു പോവും. കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു 4 റൂം താഴത്ത് 4 റൂം മേലെ പുഷ്പന്റെ വീട് വലുതാണെന്ന്, ചന്ദ്രന്റെ വീട്, പിന്നെ സത്യന്റെ വീട്, അങ്ങനെ ഗോപിയുടെ വീട്, ആ വീട് എല്ലാം പറഞ്ഞ അവരെക്കാളും വലിയ വീട് എനിക്ക് ഉണ്ടാക്കണം. 12 റൂം, 48 റൂം, 4 കെട്ട്, 8 കെട്ട്. ലാസ്റ്റിലൊക്കെ ഈ കെട്ട് കെട്ടിയിട്ട് നമ്മൾ തന്നെ കൊണ്ടുപോകും. ആ വീട് ആരാണ്ട് ഒരു വലിയ ബിസിനസ്മാൻ വന്നിട്ട് പറഞ്ഞു, സമയമായോണ്ടിരിക്കുകയാണ്, ഒരു 5 മിനിറ്റിൽ നമുക്ക് അവസാനിക്കാം. ഓക്കെ, ഐ കീപ് ദാറ്റ് ബിസിനസ്മാൻ അസൈഡ്. നമുക്ക് ഇപ്പൊ ഇവിടെ പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ബ്യൂട്ടിഫുള്ളി ആയിട്ട് യുധിഷ്ഠിർ മഹാരാജ് നോളജ് വാസ് ഇൻടാക്ട്. ഹി വാസ് റിപ്പൻഡിങ്. പരീക്ഷിത് മഹാരാജ് റിപ്പൻഡഡ് ബിഫോർ ഈ നമ്മളെ ശൃംഗി ആരാണ് ശാപം കൊടുത്തത്? ശൃംഗിയുടെ പുത്രൻ. ഹൂ കാസ്റ്റ് പരീക്ഷിത് മഹാരാജ്? ശൃംഗിയാണ് പ്രഭു. സമീക്ക് ശൃംഗി കേർസ് ചെയ്തു. ആ കേർസ് ചെയ്യണതിന് മുന്നേ തന്നെ നമ്മള് ഭാഗവതത്തില് 118 canto 18 chapter 19 chapter you take it out.
നമുക്ക് അതിൽ മനസ്സിലാവും നമ്മളെ പരീക്ഷിത് മഹാരാജ് വഴിയിൽ മൊത്തം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ചെയ്തത് ശരിയാണോ, ഞാൻ ഇങ്ങനെ ചെയ്തത് തെറ്റല്ല, ഇങ്ങനെ ഞാൻ ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല. ഹീസ് റിപ്പൻഡിങ്. ദാറ്റ് റിപ്പൻഡൻസ് ഈസ് കമ്മിങ് ദർ. സുഖ്ദേവ് ഗോസ്വാമി അവിടെ വരാൻ കാരണം തന്നെ നമ്മൾ റിപ്പൻഡൻസ് ചെയ്യുമ്പോഴല്ലേ നമ്മളെ വയറ്റിനുള്ളിൽ ഭഗവാൻ വന്നിരിക്കുന്നത്. നമ്മൾ അക്സെപ്റ്റ് ചെയ്യാണ് നമ്മൾ ഇത് ചെയ്തു എന്ന്. ശ്രീമദ് ഭാഗവതം 1:13-14 എവിടെയാണ്ട് എഴുതിയിട്ടുണ്ട്, നമ്മൾ റിപ്പൻഡൻസ് ചെയ്യാണ് വയറ്റിന്റെ ഉള്ളിൽ ഇരുന്നിട്ട്. യുധിഷ്ഠിർ മഹാരാജ് ഇസ് റിപ്പൻഡിങ്. നമ്മള് ഈ ഫാമിലിനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഫാമിലിയാണ് ഇവര്. പാണ്ഡവാസ് നമ്മളെ പഠിപ്പിക്കുകയാണ്. എല്ലാ ദിവസവും ഈ നമ്മളെ കയ്യിൽ ടിക്കറ്റ് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ദിസ് ഇസ് ചാർജിങ് അസ്. വിതൗട്ട് അൺനോയിങ്ലി വി ആർ ബീൻ ചാർജ് വിത്ത് എ ബ്യൂട്ടിഫുൾ ചാർജർ. അതിന്റെ ബ്രാൻഡ് ഇസ് ഭാഗവതം ആൻഡ് കൃഷ്ണ ഇസ് ചാർജിങ് അസ്. നമ്മളെ ഗുരു മഹാരാജ് എല്ലാം അടുത്തിരുന്നിട്ട് നമ്മളെ ചാർജ് ചെയ്യാണ്. മാതാജി ആൻഡ് പ്രഭുജി, നമ്മൾ കൃഷ്ണ ഡ്രൈവിംഗ് സ്കൂളിൽ പോവാം, വണ്ടി ഓടിക്കാം, പഠിക്കാം, എല്ലാം കഴിഞ്ഞിട്ടും വണ്ടി ലാസ്റ്റ് ലൈസൻസ് കിട്ടുമ്പോൾ നമുക്ക് നമ്മളെ വണ്ടി ഒറ്റയ്ക്കാണ് ഓടിക്കേണ്ടത്. ബാക്കി പേരെല്ലാം എല്ലാ സ്ഥലത്തും കൃഷ്ണ നിവാസ്, വൈകുണ്ഠ നിവാസ്, ആ നിവാസ്, ഈ നിവാസ് പറഞ്ഞ എല്ലാം പേരുള്ള മെറ്റീരിയലില് പേരുള്ള ബിൽഡിങ്ങുകൾ ഉണ്ട്. എല്ലാം ഇടിഞ്ഞിടിഞ്ഞ് പോവും. ലാസ്റ്റ് നിങ്ങൾ ഉള്ളിൽ ചെയ്യണ കാര്യങ്ങളുണ്ടല്ല, അതാണ് നമ്മളെ കൂടെ. നമ്മള് പ്ലെയിൻ പറക്കുമ്പോണ്ടല്ല, നമ്മളെ പ്ലെയിൻ നമുക്ക് ഒറ്റയ്ക്കാണ് ഓടിച്ചു കൊണ്ടുപോകേണ്ടത്. നമ്മളെ അടുത്ത് ഗുരുവും കൃഷ്ണ ഇരിക്കുന്നുണ്ടാവും. നമുക്ക് ഓടിക്കേണ്ടത് നമുക്കാണ്. നമ്മൾ എവിടം വരെ പ്ലെയിൻ ആയിട്ട് എത്തും. ചിലപ്പോ വഴിയില് നമ്മൾ ഇതിനനുസരിച്ച് പോകും. പക്ഷെ നമ്മൾ നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, യുധിഷ്ഠിർ മഹാരാജ് ഇവിടെ പേടി ചെയ്തു, പക്ഷെ യുധിഷ്ഠിർ മഹാരാജ് ഭഗവാനെ പിടിച്ചു വെച്ചിട്ട് ഭഗവാനെ നല്ല രീതിയിൽ അവിടെ യജ്ഞങ്ങൾ ചെയ്യാണ്. അശ്വമേധ യജ്ഞം, അത് കഴിഞ്ഞിട്ട് എല്ലാം യജ്ഞത്തില് ഭഗവാനാണ് കാര്യങ്ങൾ അവിടെ ലീഡ് എടുത്ത് പറഞ്ഞു കൊടുക്കണത്. ഗോൾഡിന് ഷോർട്ടേജ് ഉണ്ട്, ഫണ്ടിന് ഷോർട്ടേജ് ആണ്. ഇവിടെ നമുക്ക് പഠിച്ചു നമ്മളെ ദ്രൗപദി എങ്ങനെയാണ് അവരുടെ അശ്വത്ഥാമേനെ ഇത് ചെയ്തു വരുമ്പോ അവരുടെ ദിസ് ഇസ് ദ കമ്പാഷൻ ലെവൽ ഓഫ് ദിസ് ഫാമിലി ഡിവോട്ടീസ്. യുനോ, ദേ ആർ നോട്ട് എ സ്മോൾ ഡിവോട്ടീസ്. ജസ്റ്റ് ഒരു ഡ്രാമയിൽ നിന്ന് ചെയ്യണ ഡ്രാമയിൽ അവര് ഭഗവാനാണ് അവരെ പ്രൊഡ്യൂസർ. എന്തായാലും ഈ ക്ലാസ് നമുക്ക് കണ്ടിന്യൂഷൻ ക്ലാസ് ആണ്. അപ്പൊ ഇതിൽ ഇങ്ങനെ ടൈം ഇസ് എ കൺസ്ട്രെയിൻ. എല്ലാവർക്കും ജോലിക്ക് പോകേണ്ടതാണ്, അവിടെ സമയമായി. വി ഹാവ് ടു പുട്ട് എ ബ്രേക്ക് ഇമ്മീഡിയറ്റ്ലി. ഡിസിപ്ലിൻ ഇസ് എ മസ്റ്റ്. താങ്ക് യു പ്രഭുജൻ മാതാജി. അപ്പൊ യുധിഷ്ഠിർ മഹാരാജ് ഇസ് ഗിവിംഗ് എ മെസ്സേജ്. ഒരു ശ്ലോക പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് നിർത്താം. ദാറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ ശ്ലോക. ഇത് പറയാണ് എന്താണെന്ന് വെച്ചാല്, മാതാജി ആൻഡ് പ്രഭുജി, ഇവിടെ ഈ ലോകത്തില് കുറെ രാജാവുമാരുണ്ടായി. എല്ലാ രാജാവുമാരുടെ ചരിത്രം മാത്രമായി പോയി, ഹിസ്റ്ററി മാത്രമാണ്, ബാക്കി ഒന്നുമില്ല. അപ്പൊ യുധിഷ്ഠിർ മഹാരാജയുടെ കേസ് അങ്ങനെയല്ല. ഹീസ് ബീൻ ഗ്ലോറിഫൈഡ് ഇൻ ആൻഡ് ഔട്ട്. ഭഗവത്ഗീത തൊടുമ്പോ, ഭാഗവതം തൊടുമ്പോ യുധിഷ്ഠിർ മഹാരാജ് ഈ ക്യാൻറ്റോനല്ല 7th ക്യാൻറ്റോല് പോയാലും നാരദ മുനി ഈസ് ആസ്കിംഗ് ക്വസ്റ്റ്യൻസ്. ദിസ് ഇസ് വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ വി ഹാവ് ടു ആസ്ക് അവർ സെൽഫ്. നമ്മള് പ്യൂരിഫിക്കേഷൻ പറഞ്ഞ എന്താണ് നമ്മളെ പ്യൂരിഫിക്കേഷൻ? സോപ്പിട്ട് കഴുകലല്ല, ബ്രഷ് ഇട്ട് പല്ല് തേക്കലല്ല, അതെല്ലാം വേണം. എക്സ്റ്റേണൽ ബോഡി ഹാസ് ടു ബി ഫിറ്റ്. ബട്ട് നമുക്ക് തന്നെ അതിനേക്കാളും അപ്പുറത്ത് നമുക്ക് കൃഷ്ണന്റെ അടുത്ത് പോകുമ്പോൾ നമ്മളെ ഈ ആട്ടിന്റെ ഉള്ളിലത്തെ മലങ്ങള്, ഈ മലം എടുത്ത് എല്ലാം ശുദ്ധിയായാലാണ് ഭഗവാൻ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതിന് ഒരൊറ്റ ഒരു കുളിയാണ് നമുക്ക് വേണ്ടത്. ഭാഗവതം സ്നാനം എന്ന് പറയില്ലേ, ദിനേ ദിനേ. അപ്പൊ മാതാജി ഒരു ശ്ലോക്ക് നമുക്ക് പറയാം, and then we can conclude. That is from Srimad Bhagavatam 12:2-44. Ye ye bhupatyo rajan bhujante bhuva ojasa kalena kritam sarva katha matram katha sucho. ആരെയും കയ്യിലുണ്ടാ ഭാഗവതം ഇത് വായിക്കാൻ? വായിക്കാം പ്രഭു. 12:2-44. അത് മാതാജി യു ക്യാൻ റീഡ്. അതിന്റെ ട്രാൻസ്ലേഷൻ വേണമെങ്കിൽ 41-42 അതും വായിക്കാം. അതും ബ്യൂട്ടിഫുൾ ആണ് മാതാജി. ഈ കിങ്ങിനെ പറ്റി പറയണത് 41, 42, 44. വായിക്കാം പ്രഭു. ട്രാൻസ്ലേഷൻ മാത്രം വായിച്ചാൽ മതി. നമുക്ക് ഈ ക്ലാസ് അതോടുകൂടി അവസാനിക്കാണ്. 41, ശ്ലോക നമ്പർ 41, വിവർത്തനം ബൈ ശില പ്രഭുപാദ്. ഒരു വ്യക്തിക്ക് ഇപ്പോൾ രാജാവെന്ന പദവി ഉണ്ടെങ്കിലും അവസാനം വിരകളെന്നും മലമെന്നും ചാരമെന്നും ആയിരിക്കും അതിന്റെ പേര്. അങ്ങനെയുള്ള ശരീരത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ഒരുവൻ ഒരു യഥാർത്ഥ
തന്റെ യഥാർത്ഥ നന്മ മറക്കുന്നു. അവന്റെ കർമ്മങ്ങൾ അവനെ നരകത്തിലേക്ക് നയിക്കുമെന്ന് അറിയുന്നില്ല. 42 ഭൗതികവാദികളായ രാജാക്കന്മാർ ഇങ്ങനെ ചിന്തിക്കുന്നു. എന്റെ പൂർവികർ കൈവശം വെച്ചിരുന്ന അതിരറ്റ ഈ ഭൂമിയുടെ പരമാധികാരം ഇപ്പോൾ എന്റെ നിയന്ത്രണത്തിലാണ്. അത് എന്റെ പുത്രന്മാരുടെയും പൗത്രന്മാരുടെയും മറ്റു പിൻഗാമികളുടെയും കൈകളിൽ തന്നെ നിക്ഷിപ്തമാകാൻ എന്ത് ക്രമീകരണമാണ് എനിക്ക് ചെയ്യാൻ കഴിയുക? ശ്ലോക നമ്പർ 43. വിവർത്തനം. ഭൂമി, ജലം, അഗ്നി ഇവകളാൽ നിർമ്മിക്കപ്പെട്ട ശരീരത്തെ ഞാൻ എന്നും എന്റേത് എന്നും കരുതുന്ന വ്യക്തികൾ എല്ലാ അർത്ഥത്തിലും അന്തിമമായി അവരുടെ ശരീരത്തെയും ഭൂമിയെയും ഉപേക്ഷിച്ച് വിസ്മൃതിയിലേക്ക് കടന്നു പോകുന്നു. ശ്ലോക നമ്പർ 44. എന്റെ പ്രിയപ്പെട്ട പരീക്ഷിത് രാജാവേ, സ്വന്തം ശക്തിയാൽ ഭൂമിയെ ആസ്വദിക്കാൻ ശ്രമിച്ച ഈ രാജാക്കന്മാരെല്ലാം കേവലം ചരിത്രപരമായ കുറിപ്പുകൾക്കുപരി മറ്റൊന്നുമല്ലാത്ത വിധം കാലത്തിന്റെ ശക്തിയാൽ ക്ഷയിച്ചുപോയി. ഓക്കെ പ്രഭു. താങ്ക് യു മാതാജി വെരി മച്ച്. ഇനി വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എന്താണ് ചോദിക്കാം മാതാജി പ്രഭു. ഇഫ് എനിത്തിങ് ഇസ് ദേർ ടു ആഡ്. താങ്ക് യു വെരി മച്ച്. ഐസ് പാക്ക്. താങ്ക് യു വെരി മച്ച്. ഐസ് പാക്ക് മാതാജി, ഐസ് പാക്ക് വേണമെങ്കിൽ എല്ലാവർക്കും വെക്കാം. മെറ്റീരിയൽ വേൾഡിൽ നമുക്ക് ഭയങ്കര നമ്മളെ ഹാർട്ട് എല്ലാം ഏത് സമയം കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതേമാതിരി അർജുനന്റെ ഇത് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. കൃഷ്ണൻ ഭഗവാൻ വിട്ടുപോയപ്പോ അപ്പൊ ഈ ഐസ് പാക്ക് ആയിട്ടുള്ള ശ്ലോകയാണ് 1:7 യസ്യാം വൈ സൂര്യമാനായം കൃഷ്ണ പരമ പുരുഷേ ഭക്തിർ ഉത്പത്തി പുംസാം ശോകമോയ ഭയാപഹ. അതിന്റെ ട്രാൻസ്ലേഷൻ മാതാജി വായിക്കണ. 1:7 ഉണ്ടാ? ഹരേ കൃഷ്ണ. വായിക്കാം പ്രഭു. 1:7. ഓക്കെ. വിവർത്തനം. വേദസാഹിത്യ ശ്രവണത്തിലൂടെ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനോടുള്ള പ്രേമയുധ സേവന വികാരം നാമ്പെടുക്കുകയും തൽക്ഷണം ശോകം, മായ, ഭയം എന്നീ വികാരാഗ്നികൾ നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഇപ്പൊ ഇതിനുള്ളിൽ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ളതാണ് സ്പ്രൗട്ട്സ് അപ്പ് അറ്റ് വൺസ്. അപ്പൊ ഉത്പത്തി നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇത് ഐസ് പാക്ക് വെച്ചിട്ട് നമുക്ക് ഭഗവാന്റെ പേര് വെച്ചോണ്ടിരിക്കുക. എന്ത് വെക്കുമ്പോഴും എന്ത് നമുക്ക് വേനുണ്ടെങ്കിലും നമ്മൾ എന്ത് ഐസ് പാക്ക് നമ്മളെ മേത്ത് വെക്കുമ്പോ ഭഗവാന്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം മെറ്റീരിയൽ ശരീരം പോവും, ഭഗവാനാണ് നമ്മളെ കൂടെ. നമ്മളെ പ്ലെയിൻ പറക്കുമ്പോ ഏതാണ്ട് മാതാജി മിന്നാന്ന് പറഞ്ഞു ഞാൻ എന്റെ മോളുടെ കൂടെയാണ് നിൽക്കണം. മാതാജി എവിടെ നിന്നാലും ഈ ഭഗവാന്റെ ഐസ് പാക്ക് വെക്കുക കൂടെ. കാരണം ഈ ശരീരം ഈ മെറ്റീരിയൽ വേൾഡിൽ ദുഃഖം ഇല്ലാണ്ട് ഒന്നുമില്ല. അപ്പൊ എവിടെ ഇരുന്നാലും ഒറ്റയ്ക്ക് നമ്മളെ ശരീരം ഒറ്റയ്ക്കാണ് പോകേണ്ടത്. ആരും കൂടെ വരില്ല. അമ്മ, മോള്, അച്ഛൻ, അനിയൻ, മരുമകൻ ആരും ഉണ്ടായില്ല. അപ്പൊ ഐസ് പാക്ക് പിടിക്കുക, ഭഗവാന്റെ പേര് പറഞ്ഞു പോവാ. ഹരേ കൃഷ്ണ. പ്രഭു ജന്മാതെ. താങ്ക് യു വെരി മച്ച് ഫോർ ടോളറേറ്റിംഗ് മീ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഹരേ കൃഷ്ണ. പ്രണാമം പ്രഭു. താങ്ക് യു വെരി മച്ച് ഫോർ ദി വണ്ടർഫുൾ ക്ലാസ്. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. പ്രഭുജി പ്രണാമം. പ്രഭുജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി പ്രണാമം. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. പ്രഭുജി പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കണം. എൻ്റെ ലൈഫില് ഞാൻ ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ ഇസ്കോണിൽ ചേർന്ന ഒരു 4-5 വർഷമായി അത്രേ ആയിട്ടുള്ളൂ. പക്ഷെ ആദ്യം തന്നെ ഞങ്ങളുടെ ഒരു ഡോക്ടേഴ്സിന്റെ ഒരു ഇതുണ്ട്, ഹോമിയോ ഡോക്ടേഴ്സ് ആണ്. അപ്പൊ അവരുടെ അടുത്ത് പറയുമ്പോ എന്നെ ഒരു കൽപ്പിച്ചെന്നുള്ള രീതിയിലാണ് എന്നെ പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്നലെ ഒരു ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് താൻ അയച്ച ലിങ്കിൽ കയറി ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. കുറച്ചും കൂടെ മുന്നേ ആവായിരുന്നു. ഇവരൊക്കെ ഈ പരിഹാസത്തില് എന്നെ ഉൾപ്പെടുത്തിയിരുന്നു. എപ്പോഴും എന്നെ പരിഹാസ കഥാപാത്രമായിരുന്നു ഞാൻ എന്നും. പക്ഷെ പ്രഭുജി പറഞ്ഞ പോലെ വെയിറ്റിംഗ് ഒരു പ്രോബ്ലം ആണെന്ന് എനിക്ക് ഇപ്പം പ്രഭുജിയുടെ അത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി. നല്ലൊരു കാര്യമാണ് പ്രഭുജി അത് പറഞ്ഞത്. എപ്പോഴും നമ്മൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാവണം, എന്നാലാണ് നമുക്കത് അനുഭവിക്കാൻ പറ്റുള്ളൂ. ഹരേ കൃഷ്ണ. താങ്ക് യു മാത്തെ. ഇതിനെല്ലാം നമ്മൾ താങ്ക് യു പറയേണ്ടത് ഈ പ്ലാറ്റ്ഫോം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഐശ്വര്യ മാതാജി, കഥാമൃത് പ്രഭു, അവരെല്ലാം നമുക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ കൃഷ്ണ ആരവേ ടിക്കറ്റ്സ് ഈ ഡെയിലി നമുക്കിത് രാവിലെ വരുമ്പോ
ഒന്നുമല്ല, നമ്മുടെ കയ്യിൽ കൃഷ്ണ എയർവേസ് ടിക്കറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പേര് മാറ്റിയിട്ട് ഇതാക്കണം. കൃഷ്ണ എയർവേസ് ടിക്കറ്റ് രാവിലെ തന്നെ എല്ലാരും കുളിച്ചിട്ട് കയറിയോ? Yes, Prabhu. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. Hare Krishna Prabhu. Thank you so much, Prabhu. All glories to Guru and Gauranga. Thank you so much, Prabhu. Hare Krishna. താങ്ക് യു മാതാജി. താങ്ക് യു. ഹരേ കൃഷ്ണ. ഇത്രയും ദൂരത്തിരുന്നിട്ടും ജോലി തിരക്കിന്റെ ഇടയിലും മലയാളം കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും പ്രഭു എടുക്കുന്ന എഫേർട്ടിന് താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഞാൻ വളരെ സോറി, ഞാൻ ഇത് എഴുതുന്ന കംപ്ലീറ്റ് ഇംഗ്ലീഷ് ആണ് എഴുതി വെച്ചിട്ടുള്ളത്. കുഴപ്പമില്ലായിരുന്നു പ്രഭു. കഴിഞ്ഞ പ്രാവശ്യത്തേനേക്കാളും ഇപ്രാവശ്യം മലയാളം ഒരുപാട് കൂടിയിട്ടുണ്ടായിരുന്നു പ്രഭു. ഹരേ കൃഷ്ണ. നന്നായിരുന്നു പ്രഭു. ഞാൻ ഇംഗ്ലീഷ് അധികം ഉണ്ടായിരുന്നില്ല. അത് ഞാൻ കഥാമൃത് പ്രഭുയുടെ അടുത്ത് പറഞ്ഞിരുന്നു, എന്നെ വടി വെച്ചിട്ട് ഇങ്ങനെ അവിടുന്ന് സിഗ്നൽ കാണിച്ചുകൊണ്ടിരിക്കണം, മലയാളം കൺവേർട്ട് ചെയ്യാൻ. ആള് ഇന്ന് എനിക്ക് പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഉള്ള കാര്യം. ഇത് നോക്കിയിട്ട് ഒരൊറ്റ നോട്ടത്തിലാണ് മൈൻഡ്. കൃഷ്ണ ഇസ് സോ സുപ്രീം. കൃഷ്ണ ഇതിനെ പെട്ടെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാണ്. മലയാളം ഇത് ഇംഗ്ലീഷിൽ നോക്കിയിട്ട് മൈൻഡ് നമ്മളെ ഇത്ര പവർഫുൾ ആണല്ലോ കൃഷ്ണ നമുക്ക് തന്നിട്ടുള്ളത്. കൃഷ്ണന് വേണ്ടി ഇത് യൂസ് ചെയ്യുമ്പോ നമുക്ക് അത് ഒരൊറ്റ മിനിറ്റിലാണ് ഇത് കൺവേഴ്സേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും താങ്ക് യു മാതാജി ഫോർ യു ഓൾ ടു ഗീവ് മി ദിസ്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. മലയാളം അറിഞ്ഞുകൂടെന്ന് പറയില്ല പ്രഭു. ക്ലാസിന്റെ ഫ്ലോ പോയി അതുപോലെ പോയിട്ടുണ്ട്. ഹരേ കൃഷ്ണ പ്രഭു ലീവായും തോന്നണു മാജി. സോറി മാജി. ഹരേ കൃഷ്ണ.